പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ 8:15 എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളത്. അപ്പൊ അവര് 8:15 ജോയിൻ ആവുമെന്ന് അറിയില്ല. എനിവേ അതാണ് ഞാൻ ഒരു പാട്ടൊക്കെ വെച്ച് അവർ ജോയിൻ ആവട്ടെ അല്ലേ, നമുക്ക് അതുവരെ ഉള്ളത്. എന്തായാലും 10-200 മേലെ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആവട്ടെ. ഇനി അവര് അവരുടേതായുള്ള രീതിയിൽ വരണം. അതാണ് നമുക്കൊരു ജസ്റ്റ് ഒരു പുഷേ പറ്റുള്ളൂ. ഭഗവാൻ സേസ് ദിസ്, അർജുന കുതിരയെ എന്താണ് നദിയുടെ അടുത്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. വെള്ളം കുടിക്കണമെങ്കിൽ അത് തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞ പോലെ വി ക്യാൻ ഷോ ദം എ വേ, എ പാത്ത്. ബാക്കി അവരുടെ തന്നെ ഒരു സെൽഫ് എഫേർട്ട് ഉണ്ടാവും. എല്ലാവരും കംഫർട്ടബിൾ ആണോ? ഇന്ന് ഉച്ചക്ക് മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഇരുന്നു? ഒരു സഡൻ മീറ്റിംഗ് ആയിരുന്നു അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ല, സെഷന് ശേഷം ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഇന്നത് മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. അറൌണ്ട് 100+ ആൾക്കാരൊക്കെ വന്നു. ആൻഡ് ഗുരുദേവന്റെ കൂടെയുള്ള ഒരു മെഡിറ്റേഷൻ. ഐ തിങ്ക് ഓൾ ഓഫ് യു എൻജോയ്, റൈറ്റ്? യെസ്, നോ? കുറെ സെൻസേഷണൽ മൈൻഡ് ബ്ലോയിങ് സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, എക്സാമ്പിൾസ്. അതാണ് നമുക്ക് പോലും അറിയാൻ വേണ്ടി പറ്റില്ല. ഗുരുജിയുടെ കൂടെ നിൽക്കുമ്പോഴേ ഈ പാതയിൽ സം മീറ്റിംഗ് ഒക്കെ ആയിരിക്കാം, സം സെഷൻ ഒക്കെ ആയിരിക്കാം, ചില സ്റ്റോറി ഒക്കെ ആയിരിക്കാം. അത് നമ്മളെ സ്ക്രാച്ച് ചെയ്ത് പോകും. അതൊരു സീഡ് ഇട്ടിട്ട് പോകും. പിന്നെ ആ സ്റ്റോറി ഓർ ദാറ്റ് മെമ്മറി ഓർ ദാറ്റ് എക്സ്പീരിയൻസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ വളരെ, ഓ സർ ഞാനൊക്കെ പോകും സർ, ബിക്കോസ് ഓഫ് ദാറ്റ് സ്റ്റോറി, ബിക്കോസ് ഓഫ് ദിസ് എക്സ്പീരിയൻസ് ഐ ഡിഡ് ഇറ്റ് എന്നൊക്കെ ആൾക്കാർ പറയും. സോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു ഈവനിങ്ങിൽ പോലും എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ വെറുതെ ഇരിക്കാൻ നോക്കൂല. കാര്യം ഞാനിങ്ങനെ ഒന്ന് വരുമ്പോൾ ഒരു 10-100 പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ, അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതല്ലേ ഒരു വലിയൊരു കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ ലോക്ക്ഡൌൺ കോവിഡ് ടൈമിലൊക്കെ. യെസ്, നോ? അപ്പൊ നിങ്ങൾ നോക്കണം, ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ എത്രമാത്രം അവൈലബിൾ ആയി, എത്രമാത്രം യൂസ്ഫുൾ ആയി. യു നോ, ഗുരു ഓർ ദ ഗോഡ് എന്താണ് നിങ്ങളെ നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആക്സസ് ഒക്കെ ഉണ്ട്, ബട്ട് യു ആർ നോട്ട് അവൈലബിൾ. കേപ്പബിലിറ്റി ഒരുപാടുണ്ട്, ബട്ട് നിങ്ങൾ അവൈലബിൾ ആവുന്നില്ല. പിന്നെ എന്ത് കാര്യം അതിനെ കൊണ്ട്? എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ ഇങ്ങനെ റിസോഴ്സസും ആക്സസും ഒക്കെ ഉള്ള ആൾക്കാർ, ബട്ട് ദേ ആർ നോട്ട് അവൈലബിൾ. കേപ്പബിലിറ്റീസ് ഉണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ടായിട്ട് അവൈലബിൾ ആവുന്നില്ല, പിന്നെ എന്ത് കാര്യമാണ്? സോ വിച്ച് വൺ വി നീഡ്? അവൈലബിലിറ്റി അല്ലേ? സ്പിരിച്വാലിറ്റിന്റെ വേറൊരു പേര് ഇതാണ്, അവൈലബിലിറ്റി. യെസ് ഗുരു, നിങ്ങൾ പറയൂ, ഐ ആം ഹിയർ ഫോർ യു. ദാറ്റ് ഈസ് ദ വണ്ടർഫുൾ ഡെഫിനിഷൻ ഓഫ് സർവീസ്, സേവ. ഐ ആം ഹിയർ ഫോർ യു. ഗുരു പറയാറുണ്ട്, ടെൻഷൻ, ഡിപ്രഷൻ, വിഷമം ഒക്കെ ഉണ്ടാവുന്ന ഗുരു പറയും, ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ റൂം ആൻഡ് ആസ്ക് പീപ്പിൾ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. യുനോ, ഇൻ ആശ്രം ഒരു സീനിയർ ടീച്ചർ ഉണ്ട്, ഖുർഷിദ് ബാവ. നിങ്ങൾക്കറിയാം, യൂത്തിന്റെ ഒക്കെ ബാവ വളരെ ഫേമസ്. സോ സീനിയർ ടീച്ചർ ബാവ. സോ ബാവ വൺസ് ഒരു ഓർഗനൈസറെ ഇങ്ങനെ ജസ്റ്റ് ഹി ഡയൽഡ്. അപ്പൊ ഓർഗനൈസർ കോൾ എടുത്തു, ലൈക്ക് നമ്മളൊക്കെ വിളിക്കുന്ന പോലെ. അപ്പൊ ആ പയ്യൻ പറയാണ്, സർ പറയൂ സർ, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എവിടെ പോകണം സർ? ഏതാണ് കോഴ്സ്? എത്ര പേരെ ചേർക്കണം സർ? ഇവനിങ്ങനെ ഒരു ടാപ്പ് ഇട്ടതുപോലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. സർ അത് പറയൂ സർ, ഇത് ഐ ആം റെഡി സർ, ഐ ആം റെഡി. ബാവ എന്താ പറഞ്ഞത് നിങ്ങൾക്ക്? ഹലോ, വെയിറ്റ്. യെസ് സർ, പ്ലീസ് ടെൽ, ഐ വിൽ വെയിറ്റ് എന്ന് പറഞ്ഞപ്പോ ബാബ പറയാണ്, ഐ ജസ്റ്റ് കോൾഡ് യു. എന്താ ബാബ പറഞ്ഞത്? ഐ ജസ്റ്റ് കോൾഡ് യു. ഞാൻ നിന്നെ ചുമ്മാ വിളിച്ചതാണ്. ആ പയ്യൻ പൊട്ടിക്കരഞ്ഞുപോയി. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? സോ ഇങ്ങനെ ഒരു 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 അവൈലബിലിറ്റി ഒക്കെ നിങ്ങൾ കാണിക്കുന്നത്. ജസ്റ്റ് കോൾ സംവൺ. അവൈലബിൾ ആവും ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട്. there will be some block, of course there will be a block. സോ അതുകൂടി മാറ്റി തന്നെ അവൈലബിൾ ആവൂലേ? ഞാൻ ചുമ്മാ പറയുന്നല്ലോ. I am showing a way. Yeah, there is a way. If you are suffering, you know, it is very interesting. ഗുരുജി പറയാറുണ്ട്, ഒരിക്കലും ഒരു ആടിന് ആനയുടെ വാല് കൊടുക്കില്ല. മനസ്സിലാവുണ്ട്? ആടിനെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ടെയില് മാത്രമേ കൊടുക്കുള്ളൂ. ആടിനങ്ങാട്ട് ആനയുടെ വാലായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ സിമിലർലി നിങ്ങളുടെ ലൈഫിലെ എനി കൈൻഡ് ഓഫ് പ്രോബ്ലം, വെദർ ഇൻ പേഴ്സണൽ, ഇമോഷണൽ, സ്പിരിച്വൽ, സോഷ്യൽ, എനി പ്രോബ്ലം ഇഫ് യു ഹാവ്, അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. യു ക്യാൻ ടേക്ക് ദാറ്റ് ആൻഡ് യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ഓവർകം ദാറ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇഫ് ദർ ഇസ് എനി ഇൻ സയൻസിലൊക്കെ നോക്കിക്കോളൂ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ നാട്ടുവൈദ്യന്മാർക്കൊക്കെ അറിയാം അത്. വെദർ ഇറ്റ് ഈസ് മഞ്ഞപ്പിത്തം ഓർ സം അതർ എന്ത് മേജറായിട്ടുള്ള അസുഖങ്ങൾ വന്നാലും പ്രകൃതിയിൽ അതിന്റെ റെമഡി ഉണ്ടാവും, അതിന്റെ ആയുർവേദം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, അതിന്റെ മരുന്നുകളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ ഡോണ്ട് വറി, ദിസ് കൊറോണക്കും വന്നോളൂ. നേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ വേ. നേച്ചർ ഇസ് അവർ ഫ്രണ്ട്. ആ ഒരു സംശയം ഉണ്ടാവും, ദാറ്റ് ഇസ് അനദർ ബ്ലോക്ക്. അതെങ്ങനെ മാറ്റാന്നുള്ളതൊക്കെയാണ് നമ്മൾ
പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു മാറ്റാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ഗുരു അതിന് പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും പ്രശ്നമാവില്ല, പിന്നെ അതൊരു സമസ്യയായിരിക്കും, അതൊരു റിയാലിറ്റി ആയിരിക്കും. ദാറ്റ് വിൽ ബി നോ ലോങ്ങർ എ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, കടലിലെ വെള്ളത്തിന്റെ ഉപ്പ് പ്രശ്നമാണോ അല്ലെങ്കിൽ ഒരു 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 ഫെനോമിനൻ ആണോ, ഒരു റിയാലിറ്റി ആണോ? കടൽ വെള്ളത്തിലെ ഉപ്പ് നിങ്ങൾക്ക് പ്രശ്നമാണ്? നോ, ഇറ്റ് ഇസ് എ റിയാലിറ്റി. ഉപ്പുണ്ട്, എന്താ ചെയ്യുക? ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഇസ് ദാറ്റ് ക്ലിയർ? അതുപോലെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതുപോലെ സ്റ്റേബിൾ ഒരു സൊല്യൂഷനും ഇല്ലാത്ത ഒരു പ്രശ്നമാണോ നിങ്ങളുടേത്? ആസ്ക് യുവർ സെൽഫ്. അത് ഇത് തിരിച്ചറിയണം, എന്നാലേ നെക്സ്റ്റ് സൊല്യൂഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു ഒരു 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 പ്രിയം തോന്നുള്ളൂ. യെസ് യെസ് യെസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഐ ക്യാൻ ഓവർകം. ഇസ് ദാറ്റ് ക്ലിയർ? തലയൊക്കെ ആട്ട് ഒന്നൊന്ന് ഉഷാറായിട്ടിരിക്കും. ഒന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുമാതിരി ഉണങ്ങിയ ഇരിപ്പൊക്കെയാണല്ലോ നിങ്ങളുടെ. ഒന്ന് ഉഷാറായിട്ടൊക്കെ ഇരിക്കുന്നു. ഒന്ന് കുടഞ്ഞ് ഒന്ന് തലയൊക്കെ കുളിക്കും, 2 ബസ്ത്രികൊക്കെ അടിക്കേണ്ടി വരുന്നു. ഒന്നൊന്ന് എഴുന്നേറ്റ് ഓടുമൊക്കെ ഇരിക്കും, കൈയൊക്കെ കുളിക്കും, ഷെയ്ക്കപ്പ് ആൻഡ് വേക്കപ്പ്, കൈയൊക്കെ കുളിക്കും, കുടഞ്ഞ് കളയും, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കളയും. യു നോ, ദിസ് ഇസ് വെരി ഫാസിനേറ്റിംഗ്. വെയിറ്റ് ഓ പറയുന്ന ഉടനെ അങ്ങ് കൊടയാണ്. വെയിറ്റ്. എനിവേ, ഡോഗ്സിനൊക്കെ അറിയാലോ, ഡോഗ്സ്, ബേർഡ്സ്, ഇതൊക്കെ ഈ ചളിയിലും വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാല് അതിൽ നിന്ന് വെളിയിൽ വരുമ്പോ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. എന്താണെന്നറിയോ? അത് എന്നിട്ടേ അത് ബാക്കി എല്ലാം ചെയ്യുള്ളൂ. എന്തായിരിക്കും അത്? അതൊന്ന് കൊടയും. മനസ്സിലാവുന്നുണ്ട്? ഇത് കൊടഞ്ഞ് കളഞ്ഞതിന് ശേഷമേ എത്ര വലിയ ആഹാരമാവട്ടെ ഡ്രിങ്ക് ആവട്ടെ അവരത് യൂസ് ചെയ്യുള്ളൂ. ഇത് കൊടഞ്ഞ് കളയാത്ത ഒറ്റ ഒരു ക്രീച്ചറേ ഉള്ളൂ ഭൂമിയിൽ. അതാരാ? അത് സാറേ നമ്മളൊന്ന് അന്വേഷിക്കട്ടെ, ഒന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കട്ടെ. പ്രശ്നം ഒന്നും വെക്കണ്ടേ, നമ്മൾ ഓരോരുത്തരുമാണ്. ബേർഡ്സ് ആൻഡ് ഡോഗ്സ് അതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ കുടഞ്ഞ് വൃത്തിയാക്കുവാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ പുറമെ ഗംഭീരാണ്, വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ കുടഞ്ഞു കളയാത്ത ഒരു ഏരിയ എവിടെയാണ്? ഇൻസൈഡ്. ഗോട്ട് ഇറ്റ്? സോ ആ ഒരു പ്രയാസങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഓർക്കുന്നില്ലേ അതെന്തൊക്കെയാണെന്ന്? നമ്മളെ ഫിസിക്കലി ഗ്രോസ് ലെവലിൽ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ. ഇന്ന് ആരെങ്കിലും ഒക്കെ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്തൊക്കെയായിരിക്കും അത്? പറ, എന്തൊക്കെയായിരിക്കും? There are 9 obstacles. ഓർക്കുന്നുണ്ടല്ലോ? അത് 9 പ്രതിസന്ധികളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. എന്തൊക്കെയാത്? നമ്പർ 1, ഗ്രോസ് ലെവൽ. ഫസ്റ്റ്, ശരീരത്തിന് വ്യാധി, അസ്വസ്ഥത, അസുഖമൊക്കെ വരും. വ്യാധി ഞാൻ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞതാണ്, ബട്ട് നിങ്ങൾക്കൊന്ന് ഓർമ്മിക്കാനും ഇന്ന് ജോയിൻ ആയിട്ടുള്ളവർക്ക് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. വ്യാധി. സെക്കൻഡ്, ധ്യാന, കുറച്ചുകൂടി സട്ടിൽ, മൈൻഡ് ആൻഡ് ഇമോഷണൽ ലെവലിൽ വൾണറബിൾ ആവും, വീക്ക് ആവും. പിന്നെന്താ? ഇതൊക്കെ വെറുതെ ചുമ്മാ തള്ളിക്കളയല്ലേ. ഈ മനോദുർബലത എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലൊക്കെ എന്തോരം ആൾക്കാർ വീണ് കിടക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾ? ചപ്പലതകൾ, പ്രലോഭനങ്ങൾ, പ്രഹർഷേണ ഉണ്ടാവുന്ന ലോഭനം, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഇതിന്റെ ഒരു പിടിയാണെന്ന് അറിയാം. ബ്ലോക്കാണ്, ഒബ്സ്റ്റാക്കിളാണ്. ഓക്കെ. ആൻഡ് ഡിസീസസ്, ദെർ ആർ സോ മെനി ഡിസീസസ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് അതിനെ പറയാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന നോക്കുക, ഏറ്റവും കൂടുതൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഒക്കെ മുമ്പിലായിരിക്കും. ജനങ്ങൾ സഫർ ചെയ്യാണ് മെന്റലി, ഫിസിക്കലി. സോ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ആവശ്യമല്ലേ? ഇതിന്റെ ഒക്കെ വിടുതലുണ്ട് സാറേ. ഡോക്ടറും മരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊരു അമ്മമ്മയുണ്ട്. അമ്മമ്മക്ക് പ്രായമായി, എപ്പോഴും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർ ഇത് കൃത്യമായിട്ട് ഉറങ്ങലും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാത്രമാണോ മരുന്ന് കുടിക്കുന്നത്? ഒരു നോർമലൈസ് ചെയ്യും എളുപ്പത്തിൽ. ഞാൻ മാത്രമാണോ? വ്യാധി, ധ്യാനം ആൻഡ് ഡൗട്ട്. ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരിലൊക്കെ, ദാറ്റ് വാസ് എ സെക്കൻഡ് ഡൗട്ട്. ആൻഡ് തേർഡ് എന്താണ്? there is an ultimate God consciousness. അതിന്റെ മേലെയുള്ള ഒരു സംശയം, അങ്ങനെ ഒന്നുണ്ടോ? there is a supreme consciousness, supreme power. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ? ഹൃദയം അടിക്കുന്നു, നിന്റെ കയ്യിലാണോ? ശ്വാസം വന്നും പോയിരിക്കുന്നു കിടന്നുറങ്ങുമ്പോൾ പോലും. എന്താണ് നിങ്ങളുടെ കൺട്രോളിൽ? മേജർ ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങളുടെ കയ്യിലല്ല. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാണ്. ഒരു ചിന്ത വരുന്നതിനേക്കാൾ മുമ്പിൽ നീ അറിയോ ഇത് എവിടുന്നാ വരുന്നത്? വണ്ടർ അബൌട്ട് ഇറ്റ്. So there is a power, there is a supreme power. അത് ഇന്നത്തെ ഇതിൽ വരുന്നുണ്ട്. ഇറ്റ് ഈസ് സോ ക്ലാസിക് വൺ. വ്യാധി, ധ്യാന, സംശയ. പിന്നെന്താ? ഇതൊന്നും ഈ ഫെയ്ത്ത് ഒക്കെ ഒറ്റ ഒന്നും ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. വേറെന്താ? സ്വാമി ശങ്കരാചാര്യന്റെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അറിയില്ല നിങ്ങൾക്ക്? എക്സ്പീരിയൻസ്. വൺസ് ദേവിയെ ഉപാസിച്ച് ദേവി വന്നു,
അപ്പോ ദേവി അദ്ദേഹം കുടിയിറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുവാണ്. കൊണ്ടുവരുമ്പോ ദേവി പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്, പക്ഷെ എന്നെ തിരിഞ്ഞു നോക്കരുത്. സ്വാമി ശങ്കരൻ പറഞ്ഞു ശരി. സ്വാമി ശങ്കരൻ നടക്കുവാണ്, ദേവിയും പുറകിൽ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പൊ ദേവിയുടെ പാദസരത്തിന്റെ ഒച്ച കേൾക്കും, ശ്രീ നാഗവല്ലിയുടെ പാദസരമൊക്കെ പോലെ ഇങ്ങനെ ഇതിങ്ങനെ കേൾക്കും. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ദേവി ഈസ് വിത്ത് മീ. സോ ഇങ്ങനെ നടന്ന് വന്ന് ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എത്തിയപ്പോൾ ശബ്ദവും കേൾക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം വന്നു, എന്റെ കൂടെ ഉണ്ടോ ഇത് കറക്റ്റ് ആയിട്ട്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി ആ ഒരു സ്ഥലത്ത് ദേവി നിന്നു. ഇനി നിന്റെ കൂടെ വരില്ല, കാര്യം നീ സംശയം വെച്ചു എന്റെ മുമ്പിൽ, വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് നിന്റെ കൂടെ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. ആ നിന്ന സ്ഥലമാണ് മൂകാംബിക അല്ലെ? യാ, മൂകാംബിക. ദാറ്റ് പ്ലേസ് വാസ് മൂകാംബിക. യാ, ദാറ്റ് വാസ് വൺ സച്ച്. എനിവേ, ആൻഡ് വാട്ട് നെക്സ്റ്റ്? വ്യാധിസ്ഥാന സംശയ ആലസ്യ. എല്ലാവരും ഒരു ആലസ്യ മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. ഇന്ന് സൺഡേ അല്ലേ? കുറെ കിടന്നു. സൺഡേ ഏതോ സിനിമയിൽ ധർമ്മജം പറഞ്ഞ പോലെയാണ്. ശനി ഏതാണ് ഞായറാണെന്നൊന്നും അറിയുന്നില്ല സാറേ. കംപ്ലീറ്റ് കോവിഡ് ആയതുകൊണ്ട്, ലോക്ക്ഡൌൺ എല്ലാം ആയതുകൊണ്ട് ഡേയ്സ് ഒക്കെ എങ്ങനെയൊക്കെയോ ആണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാനൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, ഇന്ന് ഞായറാണ്, എവിടെയും പോകരുത്. കുറെ മാസങ്ങളായി ഞാനൊക്കെ വീട്ടിൽ തന്നെ. വ്യാധിസ്ഥാന സംശയ ആലസ്യ എന്നുവെച്ചാ മടി. പ്രാണ സോ ലോവർ ലെവലിലായിരിക്കും അവിടെ. നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ചക്ര. ആലസ്യ. പിന്നെന്താ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അവിരതി. എന്താ അവിരതി? ഇന്ദ്രിയങ്ങൾ അറിയാം, അതിന്റെ സുഖങ്ങളുടെ സബ്ജക്റ്റും അറിയാം, ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് പെടും, എന്നിട്ട് അത് വിട്ടിട്ട് വരാൻ വേണ്ടി സൈക്കിൾ ട്രാപ്പ് ചെയ്യും. നമുക്കറിയാം സുഖം ഒന്നും തരില്ല, ദുഃഖമേ തരുള്ളൂ, എന്നാൽ അത് വിടൂല. ലൈക്ക് സിഗരറ്റിന്റെ ഒക്കെ മേലെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവുക, ഇത് കരിഞ്ഞ കരളിന്റെ പടമൊക്കെ ഉണ്ടാവും, എന്നാൽ ഇവന്മാര് വാങ്ങി വലിക്കും. എന്തോ ഒരു ക്യൂ ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഇതിന്റെ മേലെ ഉണ്ട്. സോ അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരം. എന്താ പുകവലി, ഇതൊക്കെ പരസ്യവാചകമൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും തരില്ല എന്നറിയാം, എന്നിട്ടും അത് വിടാൻ വേണ്ടി പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ശീലം എന്നൊക്കെ പറയാം, ഒരുതരം ആസുരികമായിട്ടുള്ള ഇതൊക്കെ. സോ ക്ലോസ് ടു അവിരതി. ക്ലിയർ? ദെൻ വാട്ട്? പ്രമാദ. ഇറ്റ് ഇസ് ടു ഗുഡ് എന്നറിയാം, ബട്ട് സ്കിപ്പ് ചെയ്യും. ഇറ്റ്സ് വെരി ബാഡ് എന്നറിയാം, ബട്ട് റിപ്പീറ്റ് ചെയ്യും. സച്ച് എക്സാമ്പിൾസ് പറയൂ. ഗുരു, സർവീസ്, നോളേജ്, ഇതൊക്കെ വെരി ഗുഡ്, വണ്ടർഫുൾ എന്നറിയാം. ആൻഡ് യു നോ, ഈ വെരി ഗുഡ്, ദിസ് സച്ച് പ്ലഷറിന്റെ ഒരു രസകരമായിട്ട് ഒരു മിസ്മാച്ച് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ മാത്രമേ ഇത് റിയലി ടു ഗുഡ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതർവൈസ് ദ അതർ ഗുഡ്നെസ് നിങ്ങളെ ട്രാപ്പ് ചെയ്യും. പറയട്ടെ, അത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതൊരു ഗംഭീര ടേക്ക് അവേ, സ്കിൽഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പറയട്ടെ, തലയൊക്കെ ആട്ടുന്ന ഒരു തംസപ്പ് ഒക്കെ ഇടാം, യെസ് എന്നൊക്കെ പറയാം. എനിക്കെന്ത് സന്തോഷമാണെന്ന് അറിയാം അതൊക്കെ കാണുമ്പോ. ഇതൊരുമാതിരി അവാർഡ് സിനിമ പോലെയുണ്ട് അപ്പുറത്തെ ഭാഗം നോക്കുമ്പോ. ശരി, എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇറ്റ് സേസ് സ്വാത്തിക് ജോയ്. സ്വാത്തിക് ജോയ്. ആ സ്വാത്തിക് ജോയ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബിഗിനിങ്ങിൽ തുടക്കത്തിൽ ഭയങ്കരം ഒരു പ്രയാസം പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിലൂടെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ എൻഡ് വിൽ ബി സോ ഫാസിനേറ്റിംഗ്, വണ്ടർഫുൾ ആയിരിക്കും. ആൻഡ് രാജസിക് ജോയ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ആവേശമൊക്കെ ആയിരിക്കും, ഫൈനലി എത്തുമ്പോൾ ആകെ ഡൗൺ ആയിട്ടുണ്ടാവും. ആൻഡ് താമസിക് ജോയ് ബിഗിനിങ്ങിലും ഉണ്ടാവില്ല, എൻഡിലും ഉണ്ടാവില്ല, ആകെ ഒരുമാതിരി ഡൾനെസ് ആയിരിക്കും. സോ വിച്ച് വൺ ഇസ് ഗുഡ്? ബട്ട് മനുഷ്യനെല്ലാം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വേണം. സ്പിരിച്വാലിറ്റി ഓൾസോ ഇൻസ്റ്റന്റേനിയസ്. പീസ്, ഗുരു, എല്ലാത്തിനും ഇങ്ങനെ ഗ്രാബ് ചെയ്യണം. നോ, ഐ ടെൽ യു, ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ കുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വൺസ് എ മാൻ ആസ്ക്ഡ് ഗുരുജി വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു പ്രോഗ്രസ് ഫാസ്റ്റ് ഇൻ സ്പിരിച്വാലിറ്റി? വേഗത്തിൽ സ്പിരിച്വാലിറ്റിയിൽ മുന്നേറാനുള്ള മാർഗം എന്താണ്? ഗുരുയുടെ ഒരു ആൻസർ എന്ത് ക്ലാസിക് ആയിരുന്നു. നിങ്ങൾക്ക് പറയട്ടെ, അത് എന്താണ് ഗുരുയുടെ ആൻസർ? എത്ര പേർക്ക് കേൾക്കണം? ശ്രീ രവിശങ്കരുടെ ആൻസർ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ആണത്. എങ്ങനെ എളുപ്പത്തിൽ ആത്മീയതയിൽ മുന്നേറാം? പറയട്ടെ. യെസ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. എങ്ങനെ എളുപ്പത്തിൽ മുന്നേറാം, ഗുരുയുടെ അടുത്ത് ക്ലോസ് ആവാം ആത്മീയതയിലൊക്കെ? He said, go slow. What was his answer? Go slow. That is the easiest way to progress very fast in spirituality. അപ്പൊ എത്ര പേർക്ക് വളരെ വേഗത്തിൽ പോകണം? നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളും സാറേ. Go slow. Because that aggressiveness, oh, I want more, grabbing that, this, ഇത് ഭയങ്കര ബ്ലോക്ക് ആയിട്ട് വരും. So good things don't postpone, do it very fast എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങനെ മെല്ലെ ചെയ്ത് തുടങ്ങും നിങ്ങൾ.
ദെൻ അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. എല്ലാം നിങ്ങളെ ഹാബിച്വലൈസേഷൻ എന്താന്ന് പറയാ, അങ്ങനെ ചെയ്തു വെച്ചിരിക്കുവാണ്, ശീലിച്ച് കൊണ്ടുപോയിരിക്കുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ. സോ മേക്ക് എ ഷിഫ്റ്റ് ആൻഡ് വാട്ട് ക്ലിയർ ആണല്ലോ അല്ലേ പ്രമാദ. ആൻഡ് സിക്സ്ത് വൺ ഭ്രാന്തി ദർശന. ഞാൻ ഇന്നലെ വളരെ ഒരു രസകരമായിട്ട് ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധന്റെ, ഓർക്കുന്നുണ്ടോ അത്? ചമത്കാരിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മായ സിദ്ധി പലപ്പോഴും അങ്ങനെയാണ്. ഗുരുക്കന്മാരൊക്കെ നിങ്ങൾ നോക്കണോ, ആ ബാബ വായുന്ന് ഭസ്മമൊക്കെ എടുക്കും, ഈ സ്വാമി ആപ്പിളൊക്കെ എടുക്കും. ഈ വായുന്ന് ആപ്പിളും ഭസ്മവും ഒക്കെ എടുക്കുന്നതാണെങ്കിൽ അവർക്ക് ഒരു പലചരക്ക് കട ഫ്രീ ആയിട്ട് തുടങ്ങിയാൽ പോരെ, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് കോവിഡ് ടൈമിൽ എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ ലോഡ് കണക്കിന്, ഒരു ലോഡ് 2 ലോഡ്. ഇവിടെയൊക്കെയാണ് ഞാൻ നമ്മുടെ ഗുരുദേവനെ അത്രയും മനസ്സിലാവുന്നുണ്ട്. ദർ ഇസ് നോ സച്ച് മാജിക്, ദർ ഇസ് നോ സച്ച് വണ്ടർ. हार्ड वर्क, मेहनत करके, काम करके कमाता है वो, कमाता है इन द सेंस അറിയാലോ. such guru, he's not only just 8 hours, 20 hours he is working full time. ഇവിടെ ഇന്ത്യയിൽ ഇരുടാകുമ്പോൾ അമേരിക്കയിൽ പകലായിരിക്കും. so he has to answer administration level ashram, so many devotees, so he is throughout working. അങ്ങനെ വെറും പൂജ്യം ഉണ്ടാക്കിയിരിക്കുവാണ് ഗുരുദേവ് ശ്രീ രവിശങ്കർ ദിസ് ഓർഗനൈസേഷൻ ഒക്കെ. അതാണ് എൻ്റെ ഒക്കെ യങ് ടൈമിൽ എനിക്ക് ഇത്രയും ഇതിനോട് പ്രിയമൊക്കെ തോന്നാൻ കാരണം. അല്ലാണ്ട് ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നത്തിങ്. He created this platform in emptiness. That is the glory. Interesting, right? Yes, no. So there is no such maya, there is no such wonder. അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. He is so cool, he is so free. So അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മൾ ഇങ്ങനെയൊക്കെ ആയാലോ ഭയങ്കരം. ഞാൻ ഇത് യോഗസൂത്ര കുറച്ചുകൂടി സാധകന്മാരൊക്കെ കേൾക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ന്യൂ കമേഴ്സ് ഒക്കെ ഉണ്ട്, ഫ്രീ ഒന്നും ചെയ്യാത്തവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അവർ മേ ബി സം അതർ സ്പിരിച്വൽ തിങ്സിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കാം. ബട്ട് ദേ ആർ തിങ്കിങ് ലൈക്ക് ദേ നോ എവറിത്തിങ്. ലൈക്ക് ഇതിന് നമ്മൾ പറയും ബ്ലൂ സ്റ്റാർ, ലൈക്ക് ഒരു മനസ്സിലാവുന്നുണ്ട്. ദേ ആർ നോട്ട് ഇൻ ദർ സെൻസസ് ഓർ ഇൻ ദർ സെൽഫ്. ഭക്തന്മാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഭ്രാന്തി ദർശനയിൽ പെടും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വൺസ് എ ലേഡി, ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ. വൺസ് എ ലേഡി ബ്ലസ്സിങ് ചെയ്യും എല്ലാവരെയും. ഗുരുയുടെ ഒരു കോഴ്സ് ഉണ്ട്, ബ്ലസ്സിങ് കോഴ്സ്. ബ്ലസ് ചെയ്യുമ്പോൾ അസുഖങ്ങളൊക്കെ മാറും. അപ്പോ ഒരു ദിവസം അവരുടെ ഇൻറ്റ്യൂഷനിൽ മോസ്റ്റ്ലി എല്ലാം കറക്റ്റ് ആവാറുണ്ട്. അപ്പൊ വൺസ് അവരുടെ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് അസുഖമായിട്ട് അവരെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനൊക്കെ വേണ്ട ബ്ലസ്സിങ്ങിൽ മാറും എന്നൊക്കെ പറഞ്ഞു. ഇത് പനിയൊക്കെ കൂടി ജ്വരമൊക്കെ ആയി ഫൈനലി ഇവരെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറയാണ് ടെമ്പറേച്ചർ ഇസ് ടു ഹൈ, ഒരു 2-3 മിനിറ്റ്സ് നിങ്ങൾ ഡിലേ ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി മരിച്ചു പോയെന്നൊക്കെ. എന്നിട്ട് ഇവരെല്ലാവരും ഹരാസ് ചെയ്ത് അങ്ങനെ ഫൈനലി ഇവർ ഗുരുജി എടുത്തിട്ട് ചോദിച്ചു, ഓ ഗുരുജി എന്റെ എല്ലാം കറക്റ്റ് ആവാറുണ്ട്, ബട്ട് ദിസ് ഇൻറ്റ്യൂഷനിൽ ദിസ് ബ്ലസ്സിങ് എന്റെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗുരുജി പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ടോട്ടൽ എല്ലാം അറിയുന്ന ഒരാൾ ഒരിക്കലും പറയുകയില്ല, എല്ലാം പറയുന്ന ആൾക്ക് ഒരിക്കലും കൂടുതൽ അറിയാനും സാധിക്കില്ല. സോ അത്ര പ്യൂരിറ്റി വരുമ്പോ ഈവൻ യുനോ ഗുരുദേവന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് വല്ല അസുഖങ്ങളൊക്കെ ആയിട്ട് ഗുരുജി പറയും ട്രീറ്റ് ദാറ്റ് ആയുർവേദ ഓർ യു ജസ്റ്റ് ഡു ദാറ്റ് ഓപ്പറേഷൻ. അല്ലാണ്ട് ഗുരുജി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, ഒന്നും ചെയ്യണ്ട, മരുന്നൊന്നും കഴിക്കണ്ട, ഇങ്ങനെ അദ്ദേഹം പറയില്ല. ഹി സോ പ്രാക്ടിക്കൽ. സോ until and unless നമ്മൾ സോ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആവാതെടുത്തോളം കാലം. ആൻഡ് പതഞ്ജലി says there are 5 impurities in us. 5 impurities. പറയട്ടെ അതെന്തൊക്കെയാണെന്ന്? രാഗദ്വേഷ, അത് നമുക്കറിയാം. രാഗ മീൻസ് ക്രേവിങ്സ്, മോഹം. എത്ര കിട്ടിയാലും മതിയാവില്ല, തൃപ്തമാവില്ല, അത് വേണം ഇത് വേണം. മൈൻഡ് റെസ്റ്റ്ലെസ് ആയിരിക്കും. ദ്വേഷ, വെറുപ്പ്. ഹിയർ ആൻഡ് ദേർ ആരോടെങ്കിലും ഒക്കെ ഉണ്ടാവും. വെളിയിൽ കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ ഇറ്റ്സ് ലൈക്ക് എ പോയിസൺ, നമ്മളതിങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. രാഗദ്വേഷ. ആൻഡ് വേറെന്താ? അവിദ്യ മീൻസ് റോങ് നോളേജ്. അതായത് നിങ്ങളുടെ ഇന്റലക്ച്വലിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുക ദാറ്റ് ഈസ് ഇറ്റ്, കറക്റ്റ്. സോ ദിസ് പരാവിദ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. ഒരു മനുഷ്യായുസിലൊന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിലേക്ക് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ വണ്ടർ ആവും. മൈ ഗോഡ്, ദാറ്റ് വാ വരാൻ വേണ്ടി തുടങ്ങും നിങ്ങളുടെ അടുത്ത്. അല്ലാണ്ട് ഇതൊരിക്കലും ബുക്കിലൂടെ എഴുതി വെച്ച് പഠിച്ച് ഇതൊന്നും എടുക്കേണ്ട ഒരു സംഭവമല്ല. സോ ദാറ്റ് ഈസ് അവിദ്യ. ആൻഡ് അഭിനിവേശ, ഭയം. ഉൾഭയം ഉണ്ടാവും. ഒരിക്കലും ആ ഫെയ്ത്തും തൃപ്തിയും ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഭയം വരും. ആ ഭയമൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ്. അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ബ്ലസ്സിങ്സ് ആൻഡ് വാക്കുകൾക്കൊന്നും ശക്തി വരില്ല. ആൻഡ് ലാസ്റ്റ് വൺ അസ്മിത. അസ്മിത മീൻസ് മീ, ഞാൻ ചെയ്യുന്നു, ഞാൻ ഉള്ളത് കൊണ്ട്, ഞാൻ ഇല്ലേ നടക്കില്ല. എല്ലാത്തിന്റെയും പുറകിൽ ഈ നോട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുന്നു. I did. After all, who are you? എന്തൊക്കെ ചെയ്യാൻ പറ്റും നിനക്ക്?
ഓ മൈ ഗോഡ്, ഇറ്റ്സ് പ്രഭു കെ ഇച്ഛ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഓപ്പൺനെസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതിൽ നിന്നൊക്കെ മെല്ലെ വിഡ്രോ ചെയ്തു പോകും. അവിദ്യ, അസ്മിത, അഭിനിവേശ, രാഗദ്വേഷ, ഇതൊക്കെയാണ് ഭ്രാന്തി ദർശനയിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഭ്രാന്തി ദർശന, അലബ്ധ ഭൂമികത്വ, ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നല്ലേ കുറെ നാളായി. ബട്ട് ലബ്ധം ഒന്നും നേടുന്നില്ല. ബട്ട് if you are with a guru, if you are in spirituality, the very sign is you are progressing. നമുക്ക് പോലും അറിയില്ല എത്ര ജന്മം, എന്തൊക്കെ അനേക ജന്മ സംതൃപ്തി കർമ്മ ബന്ധങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നമ്മൾ ഒരു ഗുരുവിന്റെ കൂടെ ആകുമ്പോഴാണ് ഇതൊന്നും അറിയാണ്ട് നമ്മൾ കണ്ണിന് കൊള്ളാനുള്ളത് പുരികത്തിനൊക്കെ കൊണ്ടിട്ടൊക്കെ പോകും. യു നോ, വൺസ് ഒരു മാൻ ഇങ്ങനെ ദൈവത്തിനെ കംപ്ലെയിൻ ചെയ്യാൻ, അദ്ദേഹം മാൻ ആൻഡ് എ ഡിസൈപ്പിൾ, അത് രണ്ടാളും ഇങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട്, മാൻ ഇൻ ദ സെൻസ് എ സെയിന്റ്, ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് ഒരു മഴക്കാലമായിരുന്നു. കുട്ടിയറിൽ നാളുകൾക്ക് ശേഷം എത്തിയപ്പോ കുട്ടിയർ ഇങ്ങനെ പകുതി തകർന്നു പോയിരിക്കുന്നു. അപ്പൊ ആ പയ്യൻ ഡിസൈപ്പിൾ കംപ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഓ, നമ്മൾ ദൈവത്തിന്റെ കാര്യമൊക്കെ വന്ന് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുടില് പോലും കാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലേ ദൈവമേ? ന്യായമായ ക്വസ്റ്റ്യൻ അല്ലേ അത്? ന്യായമാണ്. പക്ഷെ ഗുരുവിന്റെ ആൻസർ കൂടി കേൾക്കൂ. ഗുരു ആ പയ്യനോട് പറയാണ്, ഹേ റിലാക്സ്, എനിക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇത്രയും വലിയ കാറ്റിലും മഴയിലും ഇതിന്റെ പകുതിയെങ്കിലും ബാക്കി വെച്ചില്ലേ? എത്ര? ഇതിന്റെ പകുതിയെങ്കിലും ബാക്കി വെച്ചില്ലേ? ബി ഗ്രേറ്റ്ഫുൾ, വർഷിപ്പ് ഹിം. നമ്മൾ ഇതൊന്നും അറിയാണ്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്കൊരു ബിഗർ പിക്ചർ ഓഫ് ഡിവിനിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ അങ്ങോട്ട് ദീവാനയായി പോകും ഗുരുവിന്റെയും ദൈവത്തിന്റെയും ഒക്കെ. നിങ്ങളുടെ ഈ വെറുതെ ഒരു ചുമ്മാ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഐഡിയോളജിയിലും ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെയും ദൈവത്തെയും ഒന്നും അളക്കല്ലേ. ദൈവത്തിന്റെ ഒരു പ്ലേ ആണ്. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്താ ചെയ്ത് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അംഗൻവാടി ഒരു 2 വയസ്സുള്ള കുട്ടിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ആ കുട്ടിയോട് കളിക്കുക? ഇവനോട് എന്ത് പ്രൂഫ് കൊടുക്കാനാ? ഇവൻ എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? മനസ്സിലാവുന്നുണ്ടോ? അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിബിലിറ്റി വരുമ്പോൾ സ്വയം മനസ്സിലാക്കട്ടെ. ക്ലിയർ ആയ? ദാറ്റ് ഈസ് ദ ടോൺ ഓഫ് ഡിവിനിറ്റി. Is that clear? So he is taking care of us. അല്ലാണ്ട് ഈ ബ്ലോക്ക് അലബ്ധ ഭൂമികത്വ അതൊക്കെ പെട്ടാൽ നിങ്ങൾ വളരെ അനവസ്ഥിതത്വ എന്ന് വെച്ചാൽ സച്ച് ലവ്, സച്ച് കണക്ഷൻ, പ്രിയം ഒക്കെ മുന്നേ ഉള്ളത് ഇപ്പോഴില്ല. then you will disconnect the path. നല്ല വിഡ്രോ ചെയ്ത് യുവർ ഓൺ മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങും. സോ ഇതൊക്കെ നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി വെക്കുക. These are the obstacles we are facing in our, whether it is spirituality or in the material world, isn't it? Yes, no? Interesting, right? So much practical and connecting. Very good. So now we are coming. ഇവിടെ നാം സെഷൻ തുടങ്ങുന്നത് ശരിക്കും begin. So നല്ലൊരു പ്രാർത്ഥന വെക്കുക ഹൃദയത്തിൽ. ഓ, ഇറ്റ്സ് എ ഗ്രേസ്, ഇറ്റ്സ് എ ലക്ക്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറ്റാൻ ദൈവമായിട്ട് കാണിച്ചു തന്നൊരു വഴി. അപ്പം എന്തും ഇതിനു വേണ്ടി ചെയ്യാം എന്നുള്ള ഒരു സങ്കല്പമൊക്കെ വെക്കും. പേടിക്കണ്ട, വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല. ബട്ട് ഇൻസൈഡ് യു ജസ്റ്റ് ഓഫറിംഗ് മൈൻഡ്, യെസ് ഐ വിൽ ഡു. അതാണ് ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഒക്കെ കൂടി അവർക്ക് ആ ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. യു ആർ ഗോയിങ് ടു ഹിയർ എ വണ്ടർഫുൾ വിസ്ഡം, സോ യു പ്രിപ്പയർ യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായി. വന്നവർക്ക് അറിയാമോ വാട്ട് വാസ് ദാറ്റ്. സോ ദാറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് കൊണ്ടുവരും ഉള്ളിൽ. ആൻഡ് ഇതോടൊപ്പം, ഇത് കേൾക്കുന്നതോടൊപ്പം നമ്മുടെ പ്രതിസന്ധിയും വിഷമങ്ങളൊക്കെ അങ്ങനെ തീർന്നില്ലാണ്ടാവട്ടെ. കർമ്മങ്ങളൊക്കെ ഗുരു എടുക്കട്ടെ. എന്നിട്ട് സന്തോഷം പങ്കുവെക്കാനൊക്കെ എന്നെ പ്രാപ്തമാക്കണേ എന്നുള്ള ഒരു നല്ലൊരു സങ്കല്പമൊക്കെ വെച്ചിട്ട് നമുക്ക് ഗുരുവിന്റെ സെഷൻ നമുക്ക് കേൾക്കാം. കറക്റ്റ്? യെസ്, നോ? സോ ക്ലോസ് യുവർ ഐസ്. വിൽ ചാൻറ്റ് ഓം 3 times. Breathe in for Om. Once again. A big smile. ഒക്കെ ലൈഫിൽ വരുമ്പോൾ ഉണ്ടാവുന്ന, ഇറ്റ്സ് കോൾഡ് ചിത്ത വിക്ഷേപാസ്. എന്താ പറയുന്നതിനെ? ചിത്ത വിക്ഷേപാസ്. ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന അല്ലലുകൾ, അലട്ടലുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ 5 types of signs body and mind will show you. ഇതൊക്കെയാണ് നിങ്ങളെ ഭയങ്കര
അസ്വസ്ഥതയിലും അസുഖത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് കേട്ടോ. സോ അത് സൈൻ തന്നെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. നോട്ട് ഓൺലി യു, നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള മക്കളോ അതിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും. ഓ ഹി ഈസ് സഫറിങ് സം. ഗോട്ട് ഇറ്റ്? സോ സൈൻ ചിത്ത വിക്ഷേപാസ്, ഇറ്റ് സേസ് ദുഃഖ, ദൗർമനസ്യത്വ, ശ്വാസപ്രശ്വാസ, അംഗമേജായത്വ. ഇതൊക്കെയാണ് ദുഃഖ. നമുക്കറിയാം എന്തൊക്കെയാണ്, കൂടുതൽ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദുഃഖ, ദൗർമനസ്യത്വം എന്ന് വെച്ചാൽ ഒന്നിനോടും ഒരു മൂഡ് ഉണ്ടാവില്ല, ഒരു ആകെ ഒരു, മനസ്സിലായില്ല, ദൗർമനസ്യം. ലൈക്ക് ആ ഒരു മൂഡ് കാണിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുണ്ട്, ആ ഒരു മൂവിക്ക് പോയാലോ, ഇന്ന് ഞാൻ ഒരു മൂഡില്ല. ആ ഒരു മെന്റാലിറ്റിയിൽ നിങ്ങൾ ഒരു സീനറി ഒക്കെ കാണാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോയെന്ന് വിചാരിക്കും. വല്ല ബീച്ച് സീനറി ഒക്കെ കാണാൻ പോയാൽ നിങ്ങൾ എന്താ അവിടെ കണ്ട് പറയാന്നത്? ഓ അതിന് നടുവിൽ ആ തൂണ് കണ്ടില്ലേ, അതുകൊണ്ട് സീനറി അത്ര പോരാന്ന് പറയും. ഇത്ര വാസ്റ്റ് ഓഷ്യൻ, അതിന്റെ നടുക്ക് നിന്റെ കണ്ണുപ്പെടുക ഈ തൂണായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വല്ല ഡിലീഷ്യസ് കേക്ക് ഒക്കെ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ നോക്കിയിട്ട് പറയും, ഇതില്ലാത്ത ചെറിയ ഇവിടെ പോയി. മീൻസ് ടേസ്റ്റ് ഉണ്ടാവില്ല അതിൽ. ഇനി കഴിച്ചാലും നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ദൗർമനസ്യത്വ ഇങ്ങനെ ഉണ്ടാവാറില്ല? ഇങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് സാറ്. അപ്പൊ തിരിച്ചറിഞ്ഞോളൂ, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദോസ് ഒബ്സ്റ്റാക്കിൾസ്. ദുഃഖ, ദൗർമനസ്യത്വ, പിന്നെന്താണ്? ശ്വാസപ്രശ്വാസ, ഇറഗുലർ ബ്രീതിങ്, ശ്വാസപ്രശ്വാസ. അതായത് ഒരിക്കലും ബ്രീതിങ് വിൽ നോട്ട് ബി സോ ക്ലിയർ, കാം. ഇങ്ങനെയൊക്കെ ഇടതടവുണ്ടാവും, ഷെയ്ക്കി ഷിവറിയാം. ഇഫ് ബ്രത്ത് ഷേക്സ് മൈൻഡ് വിൽ ഷേക്ക്. എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. എന്താണത്? ഇഫ് യുവർ ബ്രത്ത് ഷേക്സ് മൈൻഡ് വിൽ ഓൾസോ ഷേക്ക്. സോ മൈൻഡ് സ്റ്റഡി സ്റ്റേബിൾ ആവണമെങ്കിൽ ബ്രീതിങ് കുഡ് ബി എന്തായിരിക്കണം? സോ സ്റ്റഡി സ്റ്റേബിൾ ക്ലിയർ ആയിരിക്കണം. സോ ദ ഒബ്സ്റ്റാക്കിൾസ് വരുമ്പോൾ ബ്രത്ത് വിൽ സ്റ്റാർട്ട് ഷേക്കിംഗ്. ശ്വാസപ്രശ്വാസ ഇങ്ങനെയൊക്കെ വരും. ഒക്കെ വരുമ്പം തന്നെ ഫിസിയോളജിയിലൊക്കെ അത് ഉടനെ അത് ബാധിക്കും കേട്ടോ. വലിയ പ്രയാസങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുക. ആൻഡ് അംഗമേജയത്വ, ഇരിക്കുമ്പോൾ തോന്നും ഒന്ന് എഴുന്നേക്കാം, എഴുന്നേക്കും തോന്നും നടന്നിട്ട് വരാം, നടക്കുമ്പോൾ തോന്നും ഒന്ന് കിടന്നാൽ കൊള്ളാം, കിടന്നാൽ ഒരിക്കലും കിടപ്പുള്ളൂല, അപ്പൊ ഇരിക്കാൻ വേണ്ടി തോന്നും. ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഒരുമാതിരി ഇരിക്കപ്പുറത്ത് എന്റെ ഇതിന് പറയാം, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദോസ് ഒബ്സ്റ്റാക്കിൾസ്, ദുഃഖ, ദൗർമനസ്യം, ഓൾ ദീസ് തിങ്സ്. സോ ഋഷി പതഞ്ജലി സേസ്, നൗ മൈ ഡിയർ, ഞാൻ ഒരിക്കലും പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിന്നെ ട്രബിൾ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളല്ല. നീ അഥവാ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ടെൽ യു ദ സൊല്യൂഷൻസ് ഓൾസോ. നൗ ദാറ്റ് സൊല്യൂഷൻസ് കേൾക്കാൻ നീ തയ്യാറാവൂ. നമ്പർ 1. സോ എത്ര പ്രയാസങ്ങൾ ഇവിടെ ഋഷി സംസാരിച്ചോ അത്രയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടാൻ വേണ്ടി പോവാണ്. റെഡി? റെഡിയാണ്? റെഡി. നമ്പർ 1, ഏകതത്വാഭ്യാസ. എന്താണ് ഏകതത്വ അഭ്യാസ? അല്ലാണ്ട് ഏകതത്വ കേൾവിയൊന്നുമല്ല കേട്ടോ. ഇവിടെയൊക്കെയാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ ഗംഭീരമായിട്ട് മനസ്സിലാക്കേണ്ടത്, പരിചയപ്പെടേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹിയറിംഗ്. അഭ്യാസ, ഏകതത്വ അഭ്യാസ. It could be anything or everything, whether it is Guru, your faith, your Sankalpa, or Ishwaran. മനസ്സിലാവുന്നുണ്ടോ? എന്താണോ, ബട്ട് ഹോൾഡ് ഓൺ ടു ഇറ്റ്. പലതാവില്ല. പല തോണിയിൽ കാലുവെച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഒന്നുണ്ടോ അത് മാത്രമായിരിക്കും. അതാണ് എല്ലാത്തിലും ഒന്നിനെയും കാണുന്നവനാണ് ജ്ഞാനി. അല്ല ഡിഫറെന്റ് കാണുന്നു, പൃഥക് ഭാവം എന്ന് പറയുക. എവിടുന്ന് വന്ന നദിയും ഫൈനലി സാഗരത്തിൽ എത്തുന്ന പോലെ നിങ്ങൾ ആര് നമസ്കരിച്ചാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ദാറ്റ് ബ്രഹ്മൻ കോൺഷ്യസ്നസ്. ഗുരുദേവന്റെ അടുക്കൊക്കെ ചോദിക്കാറുണ്ട്, ഗുരുജി അങ്ങ് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നത് ചോദിച്ചു. സം മാസ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ ഗുരുജി പറയും, തലയിൽ എത്ര മുടിയുണ്ട് എന്ന് അറിയോ? അപ്പൊ അവർ പറയും നോ. പക്ഷെ ഒന്ന് വലിച്ചാൽ വേദനിക്കില്ലേ, പിടിക്കൂലേ അവിടെ? ഓ യെസ്, ഇറ്റ് ഈസ് വൺ സച്ച്. ഇൻട്രസ്റ്റിംഗ് ആൻസർ, റൈറ്റ്? So there is one power. It is listening, it is hearing, it is taking care. നിങ്ങൾക്കത് അറിയില്ല എന്ന് വെച്ചിട്ട് അതിനെ പ്രൂവ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ബട്ട് ഇഫ് യു ആർ ഫോളോയിങ് വൺ പാത്ത്, വെരി ക്ലിയർലി ഇന്ന് വന്ന സാധകന്മാരായിട്ടുള്ള ഡിവോട്ടീസ് ആയിട്ടുള്ള നിങ്ങൾ കേൾക്കണം, വളരെ സഹജ മാർഗമാണ് നമ്മുടേത്. ഹറി, if you are in a hurry, you will not get hari. Is that clear? If you want hari, എന്ത് വേണം? You don't show hari inside. That restlessness കാണിച്ചു കഴിഞ്ഞാൽ ഹരി വിൽ, once കബീർ ഇങ്ങനെ പാടാൻ തുടങ്ങി. ഇങ്ങനെ വെച്ചാൽ ഹരിയുടെ പുറകിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹരിബരിയായിട്ടൊക്കെ പോകാൻ വേണ്ടി. അപ്പൊ ഹരി മൈൻഡ് ചെയ്തില്ല. അപ്പൊ വൺസ് കബീറിന് മനസ്സിലായി, നൗ ഐ വോണ്ട് ടു റിലാക്സ്,
കബീർ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഹരി എന്ത് ചെയ്തു? കബീർ കബീർ എന്ന് പറഞ്ഞിട്ട് കബീറിന്റെ പുറകിൽ പോയി. ക്ലാസിക് റൈറ്റ്? കബീർ എങ്ങനെ ആദ്യം പോയത്? ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് ഹരിയുടെ പുറകിൽ പോയ ഹരി മൈൻഡ് ചെയ്തു. ആൻഡ് വൺസ് കബീർ വിശ്രമിച്ചപ്പോ, റിലാക്സ് ചെയ്തപ്പോ കബീറിന്റെ പുറകിൽ ഹരി ഓടി. ഏയ് കബീർ കബീർ കം വിൽ പ്ലേ. കബീർ മൈൻഡ് ചെയ്തില്ല. കബീർ വാസ് ഇൻ ശ്രീരാമ ടെമ്പിൾ. എന്നിട്ട് ഹരി കൃഷ്ണന്റെ വേഷത്തിൽ പോയിട്ട് ദർശനം കൊടുത്തിട്ട് കൂടി ഞാൻ എന്തിനാ എന്റെ മുമ്പിൽ വന്നത്? ഞാൻ ശ്രീരാമനാണല്ലോ ഇപ്പൊ അമ്പലത്തിലല്ലേ ഉള്ളത്. ഇറ്റ് വാസ് ദർ പരിഭവം ഉള്ളിലുള്ളത്. ഇറ്റ് വാസ് ദർ സ്റ്റോറി. സോ ദാറ്റ്സ് ഇറ്റ്. ഏകതത്വ അഭ്യാസ. ഇവിടെയാണ് ഒരു ഗുരുവിനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പാതയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബട്ട് ജനങ്ങൾക്ക് തൃപ്തമാവില്ല. അവർ കുണ്ടലിനി യോഗ, സഹജയോഗ, മറ്റേ ഹഠയോഗ, എന്തുവാണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശം? ഇതെല്ലാം അറിയുന്ന വളരെ ബ്രഹ്മിഷ്ഠനായിട്ടുള്ള ഗുരുജി പറയാറുണ്ട് ജനങ്ങൾക്ക്. ഈ ജിംനേഷ്യത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെയാണ്. ഞാനൊക്കെ പണ്ട് ബോഡി ബിൽഡിങ്ങിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ട് ഞാനൊക്കെ ദുബായിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളൊക്കെ പറയും, ഭയ്യ ഈ ചെസ്റ്റും ഷോൾഡറും ബൈസപ്സും ഒക്കെ മാത്രം മതി, ബാക്കിയെല്ലാം സമയം എടുക്കില്ല, ഇത് വേഗം വന്നാൽ മതി. ഇതുപോലെയാണ് ആൾക്കാർക്ക് ആത്മീയതയിൽ വന്നിട്ട് they want fast. Once ഗുരുജിയോട് ചോദിച്ചു, ഗുരുജി വാട്ട് ഈസ് മെഡിറ്റേഷൻ? ഗുരുജി പറഞ്ഞു വെയിറ്റ്. അഗൈൻ ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് മെഡിറ്റേഷൻ ഗുരുജി? ഹി സെഡ് വെയിറ്റ്. അപ്പൊ ദിനേശ് ഉണ്ടായിരുന്നു ഗുരുജിയുടെ അടുത്ത്, ദിനേശ് ഗോഡ്കെ, സോ സീനിയർ വൺ ടീച്ചർ ഫാക്കൽറ്റി. സോ ദിനേശ് പറയാണ്, ഹലോ ഡോണ്ട് യു ഗെറ്റ് ദ ആൻസർ? അപ്പം പറഞ്ഞു ഇല്ല, കിട്ടിയില്ല. ഹി സെഡ് ഇറ്റ്. He said, just wait. But Dinesh Varana, that is the answer. What is meditation? You just wait. So, പലതിലും കാലി വെച്ചിട്ട് എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല എന്ന് അറിയണം. സോ ഒന്നുമില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ പാത്ത്. ഗുരു, ദിസ് വേ, അവർ പ്രോഗ്രാം. ഇനി അത് ഉണ്ടെങ്കിൽ, ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടിന്യൂ ഇറ്റ്. Once a man asked Guruji, oh Gurudev, അങ്ങയുടെ അടുത്ത് വന്നപ്പോ I am feeling so peaceful, so quiet, so calm. ഞാൻ പക്ഷേ ദാറ്റ് സ്വാമിയുടെ ആളാണ്, ഈ ഒരു ഉപാസനയൊക്കെ ചെയ്യുന്നുണ്ട്, ആ ഗുരുവിന് വിഷമാവോ എന്നൊക്കെ പറയുമ്പോൾ ഗുരുജി പറയാണ്, ആ അമ്പലവും ആ ദർശനവും ആ സ്വാമിയുടെ സേവയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറ്റിയത്. ആൻഡ് അനദർ ടൈം someone asked, ഓ ഗുരുജി, അങ്ങയുടെ അടുത്ത് വന്ന് മുരുകനും ഗണപതിക്കൊക്കെ പ്രയാസമാവോ അങ്ങേ ഇങ്ങനെ വർഷിപ്പ്, ഐ മീൻ ഇവർ സാധന ഇവർ പാത്തിൽ പോകുമ്പോൾ. അപ്പൊ ഗുരുജി പറയാണ്, घबराओ मत, डोंट वरी, हमारा कनेक्शन उन लोगों के साथ बहुत अच्छा तरफ से है. അതായത് എന്റെ കണക്ഷൻ അവരായിട്ട് വളരെ ഗംഭീരമായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഇതൊന്നും അറിയാതെ ആൾക്കാർ ഈ കുണ്ടലിനി, ദാറ്റ് പ്രാണശക്തി ഗംഭീരമായിട്ട് വന്നിട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു ഹോൾഡ്. അത് ഭയങ്കരമായിട്ട് പ്രയാസം, വിഷമം ഇതൊക്കെയാവും. മനസ്സിലാവുന്നുണ്ട്? സോ ദിസ് പാത്ത് സഹജഭാവം ഇത് മനസ്സിൽ വെക്കണം. വൺസ് ഓഷോവിന്റെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കുകയുണ്ടായി, ഈ ഒരു പാതയിൽ ഇങ്ങനെയൊക്കെ വർഷിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഓഷോ പറഞ്ഞു നെവർ. അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ചു പിന്നെ എന്തിനാണ് ഈ പാതയും ഈ അഭ്യാസം ഒക്കെ കാണിക്കുന്നത്, നമ്മൾ പറ്റൂലെങ്കിൽ. ദെൻ ദാറ്റ് ഡിസപ്പോയിന്റ്മെന്റ് കണ്ടപ്പോ ഓഷോ പറഞ്ഞ രസകരമായിട്ടൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇത് മറക്കരുത്. ഓഷോ പറയാണ്, ഹേയ് ഡോണ്ട് ബി ഡിസപ്പോയിന്റ്, വിഷമിക്കല്ലേ, വേദനിക്കല്ലേ, നിരാശപ്പെടൽ. പിന്നെ ഇതൊക്കെ കേട്ടാൽ നിരാശപ്പെടുകയെന്ന് ചോദിച്ചപ്പോ ഓഷോ പറയാണ്, അന്വേഷിക്കുന്ന പ്രോസസ്സിലൂടെ, ആരെ അന്വേഷിക്കുന്ന പ്രോസസ്സിലൂടെ? ഈശ്വരനെ അന്വേഷിക്കുന്ന പ്രോസസ്സിലൂടെ നീ പോലും അറിയാണ്ട് ഫൈനലി വൺസ് നീ ദൈവമായി മാറുന്നു. ഒന്ന് കൈയൊക്കെ എടുത്തു അതിന്. ഇഫ് യു ആർ ഡൂയിങ് ഹിസ് വർക്ക്, ഹിസ് സേവ, ഹിസ് സാധന, നീ പോലും അറിയാണ്ട് വൺസ് നീ ആരായിട്ട് മാറും? ഈശ്വരനായിട്ട് മാറും. നിന്റെ വാക്കുകൾക്കൊക്കെ ഗംഭീര ശക്തി വരും, പവർ വരും, ആ പ്രഭാവം വരാൻ വേണ്ടി തുടങ്ങും. That's what the saying says. Acharasya prabhavena shila bhavati shankara. What is that? Acharyasya prabhavena shila bhavati shankara. ശില പോലും ശങ്കരനായിട്ട് ഭവിക്കും. പിന്നെയാണ് നമ്മൾ, if you are with a master, if you are doing his work. Interesting, right? Yes, no? Very good. So that's it. So it's a luck. ഒരു ജീവൻ മുക്തനായിട്ടുള്ള, സ്ഥിതപ്രജ്ഞനായിട്ടുള്ള, ജനം ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന ഒരു ഗുരുവിനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പാതയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഹോൾഡ് ഓൺ ടു ഇറ്റ്, മൂവ് ഓൺ. ഇതൊന്നും ഇല്ലാതെ എത്ര പേരുണ്ടെന്ന് അറിയുന്നത്, ഒരു ഗുരുവില്ലാത്തവർ. അവരെ വിളിക്കുന്ന പേരാണ് അനാഥർ എന്നൊക്കെ. അല്ലാണ്ട് എല്ലാം ഉണ്ടായിട്ടും ഗുരുവില്ലെങ്കിൽ ഗതി ഉണ്ടാവില്ല. ദാറ്റ്സ് വാട്ട് ദ ശാസ്ത്ര സേസ്, ഗുരു ബിനാ ഗതി നഹി. അധോഗതിയായിപ്പോ അവരുടെ പറയും, നിന്റെ ഗതി അധോഗതി. ഒരു ഗുരു ഇല്ലെങ്കിൽ അധോഗതിയാണ്. അപ്പം ഓൾ ഓഫ് യു ആർ ഡൂയിങ് ഹിസ് വർക്ക് ഇൻ ദ സെൻസ്
യു ആർ ഷെയറിംഗ് ഹിസ് വിസ്ഡം. ഒരു ഗുരുവിനെ സമ്മാനിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറമായിട്ട് വേറൊരു പരിപാടിയില്ല ജീവിതത്തിൽ ചെയ്യാൻ. അതാണ് ഇങ്ങനെയുള്ള ഡിസ്കോഴ്സസിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു മെറിറ്റ്. യു ആർ എക്സ്പീരിയൻസിങ് ആൻഡ് യു ആർ ഷെയറിങ്. അങ്ങനെ ഒരു പോസിബിലിറ്റീസ് ഒക്കെ വേണ്ടേ? യെസ്, നോ, ഡെഫിനറ്റ്ലി. സോ ഏക തത്വാഭ്യാസ, focus one thing, follow that, then what, it will definitely work. ഇത് എന്തായാലും വർക്ക് ചെയ്യാണ്ട് ഇവിടെ പോവാൻ. ബട്ട് ദ ഡിസൈപ്പിൾ ഇസ് ലിറ്റിൽ ബിറ്റ് കണ്ണിങ്. ചോദിക്കുവാണ് ഗുരുവിന്റെ അടുത്ത്, ഋഷിയുടെ അടുത്ത്, ഓ മാസ്റ്റർ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, വാട്ട് ടു ഡു? Then the rishi says the second option, if it is not working, maybe some intellectual level ആൾക്കാർ പാതയിലൊക്കെ വന്നിട്ട്, ഓ ഗോഡ് മാൻ കൺസെപ്റ്റ് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓഫ് കോഴ്സ് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനും. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും ഞാനൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സെഷൻ്റെ അടുത്ത് മടങ്ങി പോകുന്നതൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട്, ഓ മാലയൊക്കെ ഇട്ടിരിക്കുവാണ് അവിടെ, ഭയങ്കര വർഷിപ്പ് ചെയ്യുവാണ്, എന്തിനാണ് ഇതിന്റെ ആവശ്യം, ഹ്യൂമൻ ഗോഡ് ഒക്കെയാണ്. ഗുരുജോടും ചോദിക്കാറുണ്ട്, ആർ യു ഗോഡ്? ഗുരു, യെസ് യു ടു. നിങ്ങളും അതെ, ഞാനത് അറിയുന്നു, നീ അത് അറിയുന്നില്ല, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എനിവേസ്, ഇതെന്തായാലും വർക്ക് ചെയ്യും. അഥവാ ഇത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ the rishi says the second option, മൈത്രി കരുണ മുദിതോപേക്ഷിതാം. മൈത്രി കരുണ മുദിതോപേക്ഷിതാം. അതായത് ഈ ലോകത്ത് 4 തരം ആൾക്കാരാണുള്ളത്. ഈ 4 തരം ആൾക്കാരോടും ഈ രീതിയിൽ നിങ്ങൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, യു വിൽ ബി അറ്റ് പീസ്, യു വിൽ ബി ഇൻ പീസ്. സോ പറയട്ടെ, 4 ടൈപ്പ് ഓഫ് പീപ്പിൾ ആരൊക്കെയാണ്? അതായത് 1, നമ്മൾ മൈത്രി ഭാവം വെക്കണം. വളരെ സന്തോഷം, പ്രസന്നത, തൃപ്തി, ശാന്തി. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടായാൽ മതി. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ളവരായിരിക്കും റിയൽ ഫ്രണ്ട്. ട്രൂ ഫ്രണ്ടിന്റെ ലക്ഷണമൊക്കെ വളരെ ഫാസിനേറ്റിംഗ് ആണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രയാസം തോന്നരുത്. പറയാമോ, ഉള്ള ഫ്രണ്ടൊക്കെ പോകും ചിലപ്പോ. എന്തിനാ ഇങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ്? നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുവാണ് എന്ന് വിചാരിക്കും. നിങ്ങളുടെ അടുത്ത് ഉറ്റ സുഹൃത്ത് വന്നു, അവൻ വന്നിട്ട് പോകുമ്പോ നിങ്ങളുടെ ദുഃഖം കൂടിയിട്ടുണ്ടെങ്കിൽ വന്നത് സുഹൃത്തല്ല കേട്ടാ. നിങ്ങൾ വിഷമിച്ചിരിക്കുവാണ്, ആ സമയത്ത് നിങ്ങളുടെ ഒരു ശത്രുവാണ് വന്നത്. ആ ശത്രു സോ കോൾഡ് വന്നിട്ട് നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു അവസരം നിങ്ങൾ ഫെൽറ്റ് സോ കൂൾ കാംനെസ്. അപ്പൊ ഇവിടെ ഋഷി പറയാണ്, ആ വന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. അപ്പൊ വി നീഡ് ആൻ എക്സ്ട്രാ ഐ, ബിക്കോസ് നമ്മളെ ആരെങ്കിലും ഒരു മോശം സ്വഭാവം ശീലിപ്പിച്ചത് ഒരിക്കലും ശത്രുവല്ല, സുഹൃത്താണ്. ഏതെങ്കിലും ഒരു ശത്രു നിർബന്ധിച്ചിട്ട് കല്ല് കുടിപ്പിച്ചിട്ടില്ല, സിഗരറ്റ് വലിപ്പിച്ചിട്ടില്ല, മോശം സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി. ശത്രുക്കൾ കൂടിയിട്ട് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ഗോസിപ്പ് പറയാറുണ്ട്. ഇതൊക്കെ ആരോടൊപ്പം കൂടിയിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ സോ കോൾഡ് ഫ്രണ്ട്സിന്റെ ഒപ്പരല്ലേ? യെസ്, നോ? യാ, സോ ജസ്റ്റ് വേക്ക് അപ്പ്. ഉണരൂ, ഒരു എക്സ്ട്രാ ആയി നമുക്ക് ആവശ്യമാണ്. വെരി ഗുഡ്. സോ മൈത്രി ഭാവം വളരെ തൃപ്തി, സന്തോഷമുള്ളവരുടെ അടുത്ത് വെക്കണം. അവരെ നിങ്ങളുടെ ചേതനയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് സെക്കൻഡ്, കരുണ. കരുണ, ആരുടെ കരുണ കാണിക്കേണ്ടത്? സമൂഹത്തില് വളരെ ദുഃഖം. ആർക്കാ ദുഃഖമില്ലാത്തത്? പ്രയാസം. പക്ഷെ ഇതൊക്കെ വലിച്ചു നേരിട്ടുണ്ടല്ലോ, അവരുടെ ദുഃഖം, പ്രയാസമൊക്കെ അവർക്ക് പറയുമ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടാവുന്നത്. അത് കേൾക്കാൻ ഒരു കേൾവിക്കാരനായിട്ട് നിൽക്കല്ലേ. ഇത് കേൾക്കുമ്പോൾ ലിറ്റിൽ സ്ട്രേഞ്ച് പോലെ തോന്നിയേക്കാം, ബട്ട് യു ഹാവ് ടു സേവ് യുവർ മൈൻഡ് അറ്റ് എനി കോസ്റ്റ്, ബിക്കോസ് യു ആർ എ സീക്കർ, സാധക്. ഇങ്ങനെ കൊണ്ട് കളയുന്നതായി പോകും നമ്മുടെ സന്തോഷം. അവരോട് കരുണ കാണിക്കുക. കാര്യം അവരുടേത് കേൾക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കലയാണ്. പിന്നെ അവർ വല്ലതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മൂളും, ശരിയല്ലെന്ന് ചോദിക്കുമ്പോ എന്നൊക്കെ പറയും. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ അത് ഏറ്റു പറയാൻ വേണ്ടി തുടങ്ങും. നാലാമതായിട്ട് അവരുടെ പ്രശ്നം നിങ്ങളുടേതായിട്ട് വീട്ടിലേക്ക് കയറി വരും. ഇത് ഉണ്ടാവാറില്ലേ? അൺലെസ് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് എബിലിറ്റി ടു, അതായത് ഗുരുവിനെ പോലെയൊക്കെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, കണ്ടില്ലേ, ഗുരുജിയൊക്കെ അങ്ങോട്ട് പോയിട്ട് ചോദിക്കും, ആർ യു ഹാപ്പി? അത്രയും പ്രയാസമുള്ള ആളോടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇതൊക്കെ പോയിട്ട് വേറെ ആരും ചോദിച്ചേക്കരുത്. അല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രശ്നം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, കൂടിപ്പോകും കേട്ടാ. ഒന്നാമത് സാധനമൊന്നുമില്ല, മുടങ്ങിയിട്ട് കിടക്കുവാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം. എല്ലാ യോഗസൂത്രയിലൊക്കെ വന്നിട്ടുണ്ടാകും, കാണുമ്പോൾ വിചാരിക്കും ഗംഭീര സാധകന്മാരൊക്കെയാണ്. ഇതിപ്പോ ഒന്നും എനിക്ക് അറിയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും അടിക്കാം. യെസ് സാർ, റെഗുലർ സാധനം അടിക്കാൻ പറ്റിക്കൊക്കെ ചെയ്യാമല്ലോ. പാവാണല്ലോ ഞാൻ. പോട്ടെ. സോ കരുണ, ആരുടെ കരുണ? വളരെ ടെൻഷൻ, ദുഃഖം, ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാരുടെ കേൾക്കരുതെന്ന് ഋഷി പറയാണ്. മാഷല്ല, കേട്ടാ ആ പ്രശ്നം നിന്റേതാവും. നിനക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇവിടെ ഗുരുജി പറയാണ്, വല്ല സന്തോഷം സ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ഇറ്റ്. വല്ല ദുഃഖം പ്രയാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് ടു മീ. ഗിവ് ഇറ്റ് ടു ഹൂം? യുവർ ഗുരു, യുവർ ഗോഡ്, കൃഷ്ണ, ഹൂഎവർ.
നേരെ തിരിച്ചാണ്. വല്ല സന്തോഷം, സ്വസ്ഥത, ശാന്തി സെഷനൊക്കെ കേട്ടിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ മിണ്ടൂല നാലാളോട്. ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ വായ തുറക്കൂല. വല്ല ദുഃഖം പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നെഞ്ചത്തടിച്ചിട്ട് നിലവിളിച്ച് പറയും, എനിക്കല്ലേ ഈ വിധി വന്നത്. അവിടെ നിങ്ങൾക്ക് ഫോണൊക്കെ വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ച് എല്ലാരും കുറെ എണ്ണം സഹിക്കുവാണ് നിങ്ങളൊക്കെ. കാര്യം എന്താ? വെറുതെ പിന്നെ ഞാൻ കൂടി കേട്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ. നിങ്ങൾ പറയുന്ന 100% പ്രശ്നങ്ങൾ, 90% പ്രശ്നങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കേൾക്കുക മാത്രമേ ഉള്ളൂ. 10% നിങ്ങൾക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ മൂളും. 100% യൂസ്ലെസ് ആണ് നിങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. So if you have any trouble, tension, just drop it. Rishi says, drop it. ആണ് ഗുരു പറയാറുള്ളത്. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നിയമമുണ്ട്, എല്ലാം ഡ്രോപ്പ് ചെയ്യും. സോ ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ. മൈത്രി, കരുണ, അങ്ങനെയുള്ളവരോട് കരുണാഭാവം. ആൻഡ് തേർഡ്, മുദിത. മുദിത നമ്മളെക്കാൾ എന്തായാലും കഴിവുകളും കാലിബറും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് എന്താ തോന്നുക? നമുക്ക് അസൂയാണ് തോന്നുക അവരുടെ അടുത്ത്. നേരെ മറിച്ച് അതേ ഒരു കാലിബർ, ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ മകൾക്കാണ് ഉണ്ടായതെങ്കിലും, നിങ്ങളുടെ അനുജത്തിക്കാണ് ഉണ്ടായത്, നിങ്ങളുടെ അമ്മ നല്ലതുപോലെ നൃത്തം ചെയ്ത് അവാർഡൊക്കെ കിട്ടിയാലോ അവരോട് എന്താ തോന്നുക? അസൂയ തോന്നുമോ? അതിൽ പ്രൈഡ് കാണും. എന്റെ അമ്മക്കാ കിട്ടിയത്, എന്റെ മകൾക്കാണ് കിട്ടിയത്, ഇതെന്റെ അയൽപക്കത്തെ ചേച്ചിയുടെ മക്കൾ കിട്ടിയാ തോന്നാത്തത്. അവിടെ നിങ്ങൾക്ക് എന്താ തോന്നുക? ഒരുതരം കുശുമ്പോ. മോഹൻലാൽ പറഞ്ഞ പോലെ കുശുമ്പു, ഏഷണി, അസ്വസ്ഥ ഇതൊക്കെ കലക്കി കുടിച്ചിട്ടിരിക്കുവാണ് യോഗസൂത്ര. സോ അതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി ഋഷി സേസ് ദിസ് വേ, വാട്ട്? മൈത്രി, കരുണ, മുദിത. ഞാൻ ഇത് വെറുതെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾ പോലും സോപ്പും പൗഡറും ഒക്കെ ഇട്ടിട്ട് പൊന്നിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ. ഇതിലൊരു ഷിഫ്റ്റ് വരുത്തിയിട്ടില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല ലൈഫ് ലോങ്. സിമ്പിൾ കാര്യമായിട്ട് തോന്നിയേക്കാം, ബട്ട് യു ഹാവ് ടു ലേൺ ദ എബിലിറ്റി ഹൗ ടു ഡീൽ. മുദിത. പ്രത്യേകിച്ചും സ്പിരിച്വാലിറ്റിയിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളെക്കാൾ കഴിവും ഇതൊക്കെ ഉള്ള ആൾക്കാരോട് വെളിയിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളില് അവരെന്റെ സെന്ററിലെ ആളാണ്, അവരെ എനിക്കറിയുന്ന ഒരാളാണ്, എന്റെ നാട്ടുകാരനാണ്, ഒന്നുമില്ല എന്റെ രാഷ്ട്രക്കാരനാണ്, ഇന്ത്യയിലാണത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഓരോന്നിലും ഇത് നർച്ചർ ചെയ്ത് കൊണ്ടുവന്ന് once you will be there. Yes, that's it. മുദിത. പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സൊല്യൂഷൻ ഋഷി ഇവിടെ പറയില്ല കേട്ടോ. ആൻഡ് ലാസ്റ്റ്, ഉപേക്ഷ. അതായത് നമുക്ക് ഒരു കാരണവശാലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ മാക്സിമം നോക്കണം കേട്ടോ. എന്താണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം, അതൊക്കെ അത്രയും നോക്കണം, എന്നിട്ട് വിട്ടേക്കണം. അല്ലാണ്ട് ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ വിട്ടു കളഞ്ഞു കേട്ടോ, ഇങ്ങനൊന്നും പറയരുത്. വിടുന്നതിന് ഒരു മര്യാദയുണ്ട്. ഗുരുജന്റെ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേറ്റ് ആൻഡ് ഇഗ്നോർ. ലൈക്ക് സച്ച് ക്രിമിനൽസ്, മോശം സ്വഭാവം ചെയ്യുന്നവര്, അവരൊക്കെ എടുത്തിട്ട് നിന്റെ പ്രാണൻ, കോൺഷ്യസ്നെസ്സിനൊക്കെ കാർന്ന് തിന്നവരാണെങ്കിൽ യു ജസ്റ്റ് ഡ്രോപ്പ് ദം. എന്ത് ഗംഭീരാന്ന് നോക്കിയ ഋഷി പതഞ്ജലി വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച. വർഷം മീൻസ് thousands of years back. So practical, right? Yes, no. So these are the ways to overcome our miseries, obstacles. Maitri. And Gurudev here says, നമ്മൾ ഇവിടെ കണക്ഷൻ വെക്കുന്നത് ഉപേക്ഷ കാണിക്കേണ്ടവന്റെ അടുത്ത് പോയിട്ടാണ് നമ്മുടെ മൈത്രി അല്ലെ. ഉപേക്ഷ കാണിക്കേണ്ട ആളുടെ അടുത്ത് നമ്മുടെ മൈത്രി. സോ ഇത് അത്ര നല്ലൊരു സ്വഭാവമല്ല. we have to learn how to handle, how to deal. Clear? So poor people society-യിൽ അവരെ ആ രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യുക. Then what? Then the Rishi says this thing. നമുക്ക് എല്ലാം ഇന്ന് സംസാരിക്കാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, but still we'll cover few more things. പ്രചർദന വിധാരണാഭ്യാം വാം പ്രാണസ്യ. എന്താണ്? പ്രചർദന വിധാരണാഭ്യാം വാം പ്രാണസ്യ. പ്രാണായാമ സിംപിളി. So solution of your eye-opening knowledge ആണ്. Solution of your miseries, your obstacles, your tension, worries. Rishi Patanjali says this is the way. What is that? Prachardana vidharanabhyam vam pranasya. Changing the dimensions of our breath. That is simply pranayama. നോക്ക് എന്തൊരു ലക്കാണ് നോക്ക്, എന്തൊരു പ്രിവിലേജ് ആണ് നോക്ക്. നമ്മളുടെ ഒരു മഹാഗുരുവിന്റെ അടുത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഗുരു നമ്മളെ ഫസ്റ്റ് ഡേ തന്നെ പഠിപ്പിക്കുന്ന എന്താണ്? പ്രാണായാമം. Isn't it? And our 3-stage pranayama, research reports ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is stimulating our vagus nerves. Means മധ്യനാഡി, സുഷുമ്ന നാഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒറ്റൊരു പ്രാണായാമമേ ഉള്ളൂ. That is our 3-stage pranayama. ഇത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. പറയൂ. So
തിരിച്ചറിയണം. ഒരു ഗുരുവിന്റെ അടുത്ത് നമ്മൾ എക്സ്പീരിയൻസിന് ട്രഷറാണ്, അത്രയും വിലമതിക്കാനാവാത്ത ഒരു വെൽത്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒറ്റർദ്ധന വിധാരണാഭ്യാമ പ്രാണായാമ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രാണായാമ അവർ ഹാപ്പിനെസ് പ്രോഗ്രാമിലൂടെ, അഡ്വാൻസ് കോഴ്സിലൂടെ, DSN പ്രോഗ്രാമിലൂടെ ആൻഡ് ഓഫ് കോഴ്സ് DTPയിലൂടെ ഒക്കെ നിങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന the practices are such a life transforming wisdom knowledge, isn't it? Yes, no? Yeah. So ഇതൊക്കെ ചെയ്ത് അഭ്യസിക്കുമ്പോൾ പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം? ഇത്രയും തന്നിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഈ പരാതിയും വിഷമമൊക്കെ? അവിടെയാണ് ഈ ഗുരുജി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അടുത്ത്. രണ്ടും ഒന്നിച്ചു പോകില്ല. either you have to suffer misery or you can hold me. രണ്ടും എനിക്ക് ഒരിക്കലും ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇന്ന് ഈ സെഷൻ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മളിത് ഹൃദയത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നേ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഒന്ന് മാത്രമായിരിക്കും. അതെന്തായിരിക്കണം? അത് ഗുരുവായിരിക്കണം, അത് വിശുദ്ധമായിരിക്കണം. വിൽ യു ഓൾ ഹോൾഡ് ദാറ്റ്? യെസ്, നോ? പറയൂ. സോ പ്രാണായാമ, that is one other way. By doing pranayama and conducting programs, enrolling people, very clearly says this. ഗുരുജി ഇത്രയും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ നോക്കൂ, ടെൻഷൻ അടിക്കുമ്പോഴല്ലേ ഹാപ്പിനെസിന്റെ ആവശ്യം. ട്രബിൾഡ് ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് ഇത് കൊടുക്കേണ്ടത്. എല്ലാം സ്മൂത്ത് സെറീനായിട്ട് പോകും. പിന്നെ എന്തിനാ? സമൂഹം ഒരുപാട് സഹസ്രാബ്ദങ്ങളായിട്ട് ഫേസ് ചെയ്യാതില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ സഹജീവികളായിട്ട് നമ്മൾക്ക്, നമ്മളുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു അനുകമ്പയൊക്കെ വേണ്ടേ, ഒരു കമ്പാഷൻ ഒക്കെ ഫീൽ ചെയ്യണ്ടേ? സോ ഡു ഇറ്റ് എനിവേ യു ആർ കണക്ടിങ്, സ്പ്രെഡ് ഇറ്റ്. You are getting opportunity to do seva. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് ഒരു ഗുരു നിങ്ങളിലൂടെ അല്ലാണ്ട് പിന്നെ അദ്ദേഹം ആരിലൂടെ നടത്തിയെടുക്കും? വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെയോ ഡിവോട്ടീസിന്റെ അടുത്തൂടെ അല്ലാണ്ട്. എന്നെപ്പോലുള്ള ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോ ചെയ്യാൻ? എപ്പോ ചെയ്യാൻ? ആലോചിക്കല്ലേ? ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഷോർട്ട് ടൈമിൽ തോന്നിയ ഉടനെ അങ്ങോട്ടൊക്കെ ചെയ്യണം നിങ്ങൾ. ആൻഡ് സൊല്യൂഷൻസ് ആർ ഇത് തന്നെ ധാരാളമാണ്. മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യുക. അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, നമ്മളുടെ ക്ലാസ്സുകൾ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, സർ ബിക്കോസ് ഓഫ് ദാറ്റ് സെഷൻ ഐ റീസ്റ്റാർട്ടഡ് മൈ സാധന, ഐ കണ്ടിന്യൂഡ്. ഗോട്ട് ഇറ്റ്? യെസ്, നോ? സോ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല എന്നോടൊരു പ്രിയമോ ആത്മാർത്ഥമോ ഒക്കെ തോന്നുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡു യുവർ സാധന. Don't skip your meditation. Because ഒരാൾ ഇത് കേട്ടിട്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുടുംബം മാറുവാണ്, ആ ഒരു എൻവയോൺമെന്റ് മാറുവാണ്. 100-300 ആൾക്കാർ നിങ്ങൾ ഇത് മുടങ്ങാണ്ട് സാധനയും മെഡിറ്റേഷനും സേവയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ഗുരുഗ്രാമമാവും നമ്മുടെ സ്ഥലം, എന്തൊരു വൈബ്സ് ഉണ്ടാവും പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ചുറ്റും. ഉണ്ടാവില്ലയോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എ ഗംഭീരമായിട്ടുള്ളൊരു ചാൻസ് ആണ്. ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ. And the Rishi says, so many ways, Swapna Nidra Jnanavalambanam va, different types of meditations, senses in the subject node of a miracle, and Veeta Raga Vishayam va Chittam. Angane, the next solutions are mind-blowing, simply mind-blowing. So, that remarkable session, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുവരെ കൊള്ളാമല്ലേ സൊല്യൂഷൻസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? യെസ്, നോ? ജ്യോതിഷ് മതി പ്രജ്ഞ, ആരെങ്കിലും ഒക്കെ സയ്യം പ്രോഗ്രാം ഒക്കെ ചെയ്തവർ ഉണ്ടോ ഇതിൽ? സയ്യം പ്രോഗ്രാം നമുക്ക് വി ഹാവ് എ പ്രോഗ്രാം സയ്യം ആർട്ട് ഓഫ് ലിവിംഗ്. അതൊക്കെ ചെയ്തിട്ട് ഈ യോഗസൂത്രമൊക്കെ നിങ്ങൾ കേട്ടു നോക്കണം. ഞാൻ ഈ സംസാരിക്കുന്ന അറിവിന്റെ ഒക്കെ ഒരു ഡെപ്ത് എത്രമാത്രം ഉണ്ട്. ജ്യോതിഷ് മതി പ്രജ്ഞ. സോ ദിസ് ഓൾ ദിസ് ടെക്നീക്സ് ഇതിലൂടെയൊക്കെ അതൊക്കെ ഞാൻ നാളെ സംസാരിക്കും. കുറച്ച് നാളെയും കൂടി പറയാൻ വേണ്ടേ? ഇപ്പൊ തന്നെ നമ്മുടെ സമയം നോക്കി ലീവ് ആവരുതാരും. ഫ്യൂ മോർ തിങ്സ് കൺക്ലൂഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു 8 മണിക്ക് തുടങ്ങിയ സെഷൻ നോക്കും 9 മണിയായി. സമയം ഫ്ലൈ ചെയ്യുവാണ്. എത്രമാത്രം നിങ്ങളത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു യോഗസൂത്ര ഹൗസ്ഫുൾ ഇവന്റ് ആയി. മീറ്റിംഗ് വളരെ ഗംഭീരമായി. ഇന്നത്തെ സെഷനിലെ സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഏകതത്വാഭ്യാസ ആൻഡ് ലക്കി ടു ഹാവ് എ മാസ്റ്റർ ആൻഡ് പാത്ത്. സെക്കൻഡ്, മൈത്രി കരുണ മുദിതോപേക്ഷിതം. അതിൽ തന്നെ 4 ways നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് പ്രചർദന വിധാരണാഭ്യാം പ്രാണസ്യ, പ്രാണായാമം, ചേഞ്ചിങ് ദ ഡയമെൻഷൻസ് ഓഫ് അവർ ബ്രെത്ത്, ദാറ്റ് ഈസ് പ്രാണായാമം. നാളെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ
യുനോ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ വെയിൽസ് കർട്ടൻസ് മല ആവരണ വിക്ഷേപ മല ദിസ് യോഗ അതിലൂടെയൊക്കെ പോകും. യോഗസൂത്ര സേസ് ആവരണ ആൻഡ് വിക്ഷേപ. ഇതൊക്കെ നമ്മൾക്ക് ഓൺലി ത്രൂ പ്രാണായാമിലൂടെ മാത്രമേ മാറുള്ളൂ. ഓൺലി ത്രൂ പ്രാണായാം, ഓൺലി ത്രൂ പ്രാണായാം ആൻഡ് ഓൺലി ത്രൂ പ്രാണായാമ. ആവരണ ആൻഡ് വിക്ഷേപ. ഇസ് ദാറ്റ് ക്ലിയർ? ആവരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ ആ ബ്ലിസിന്റെ മേലെ, സന്തോഷത്തിന്റെ മേലെ. നമ്മളിങ്ങനെല്ലാം മെഡിറ്റേഷൻസിലൊക്കെ കേൾക്കും, ഓ എന്റെ സ്വഭാവം ശാന്തമാണ്, സന്തോഷമാണ് എന്നൊക്കെ തോന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. ശാന്തവും സന്തോഷം ഇതുവരെ കിട്ടുന്നില്ലല്ലോ. ലൈറ്റ്, that bliss is covered, that is avarana. Vikshepa എന്ന് വെച്ചാൽ മെന്റൽ ഡിസ്റ്റർബൻസ്. എല്ലാം ഓക്കെ ആയിരിക്കും, ലൈക്ക് യു ആർ ഇൻ ഹോം, യു ആർ നോട്ട് സഫറിംഗ് ഫ്രം കൊറോണ ആൻഡ് എല്ലാ AC മക്കളെല്ലാം ഉണ്ട്, ബട്ട് സ്റ്റിൽ യു ആർ ഫീലിംഗ് സം ഇൻസെക്യൂരിറ്റി, മെന്റൽ ഡിസ്റ്റർബൻസ്. Doesn't it? Yes, no? That is vikshepa. So proper pranayama, proper guidelines-ലൂടെ ഋഷി ഇറ്റ്സ് വെരി ക്ലിയർലി സേ സതു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിത്തു ദൃഢഭൂമി. അത് വളരെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ ദീർഘകാലം അഭ്യസിക്കുമ്പോൾ അത് നമ്മളുടെ ഉറക്കാൻ വേണ്ടി തുടങ്ങും. അല്ലാണ്ട് നോട്ട് ജസ്റ്റ് ഒരു ജിംനാസ്ട്രി മോർണിംഗ് വാക്ക് ഒക്കെ പോലെയൊന്നുമല്ല. ഇഫ് യു ആർ ഫോളോയിങ് ദ നോളേജ് ആൻഡ് ദ പ്രോസസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു റെസ്പെക്ടിങ് യുവർ ഗുരു. അല്ലെങ്കിൽ അതൊരു നന്ദികേടാണ് കേട്ടോ. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവാണ്. കാര്യം ഗുരു ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയില്ല. ഓ ഐ ജസ്റ്റ് ഗോയിങ് ആൻഡ് ലിസണിങ്, ദാറ്റ്സ് ഇറ്റ്. അല്ല, അതിനൊരു മതിപ്പുണ്ടെങ്കിൽ, ഒരു മര്യാദ ഉണ്ടെങ്കിൽ, ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ, ഗുരു ഹിംസെൽഫ് ഇൻ യോഗസൂത്ര സേസ് ഇറ്റ് ഈസ് ലൈക്ക് യു ആർ റെസ്പെക്ടിങ് മീ. ക്ലിയർ? ഗോട്ട് ഇറ്റ്? സോ അങ്ങനെ ചെയ്യണം പ്രാണായാമം. ഇത് കേട്ടിട്ട് പോകുന്നത് മാത്രമല്ല, ആ രീതിയിൽ പ്രാണായാമം, ആ രീതിയിൽ ഗുരുവിന്റെ വർക്ക്. അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയൊക്കെ ഒന്ന് ചെയ്യൂ. നിങ്ങൾ ഒന്ന് നോക്കൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫോക്കസും ഫെയ്ത്തും ഒക്കെ വൺ പോയിന്റഡ് ആണോ? ആൻഡ് ഞാൻ അങ്ങനെയൊക്കെയാണോ സമൂഹത്തിൽ ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത്? ആൻഡ് ആം ഐ റെഗുലർ ഇൻ പ്രാക്ടീസസ് ഇൻ മെഡിറ്റേഷൻ? ആൻഡ് ഐ ഓൺ ടു സർവീസ് ഓഫ് മൈ മാസ്റ്റർ? മേക്ക് ഷുവർ ഇറ്റ്. ദെൻ നിങ്ങൾ നാളെ മറ്റുള്ള അതർ ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസിന്റെ ബാക്കി കൂടി കേൾക്കാൻ നിങ്ങൾ യോഗ്യരാവും. അല്ലാണ്ട് വെറുതെ ചെവിയിലൂടെ കേട്ടിട്ട് കളയല്ലേ. ഒന്ന് പിടിച്ചു വെക്ക്. ഇതൊക്കെ ഈ ടൈമിൽ നിങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇതൊരു അസറ്റ് ആയിരിക്കും. നിങ്ങളുടെ വെദർ ഇൻ യു ആർ ഇൻ മെറ്റീരിയൽ ലൈഫ്, സ്പിരിച്വൽ, മെഡിറ്റേഷൻ, എല്ലാത്തിലും ആ ഒരു സമൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ വെറുതെ പറയുന്നല്ലേ, എന്റെ അനുഭവം എന്ന് പറയുന്നതാണ്. ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു ഗ്രേസ്, ഒരു ടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു പ്രസൻസ് നിങ്ങൾ ഫീൽ ചെയ്യും. കാര്യം നാളത്തെ അങ്ങനത്തേതാണ്. ഈ ഡയറക്ട്ലി സെയിങ് ദ അതർ മാർഗങ്ങളൊക്കെ, സ്വപ്ന നിദ്ര ജ്ഞാനാവലംബനം വാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ, സെൻസസിന്റെ സബ്ജക്റ്റിനോടൊപ്പം ഇരിക്കല്, ജ്യോതിഷ്മതി പ്രജ്ഞ, പീതരാഗ വിഷയം വാ ചിത്തം. എന്റെ വായിൽ അടുത്തോളം വരുവാണ് ഒക്കെ എങ്ങനെ പറയും. പീതരാഗ വിഷയം വാ ചിത്തം, ജ്യോതിഷ്മതി പ്രജ്ഞ എന്ന് വെച്ചാ, പ്രജ്ഞ മീൻസ് നമുക്കറിയാം ഒരു ബുദ്ധി. ജ്യോതിഷ്മതി എന്ന് വെച്ചാൽ your true nature is light. You are light. Okay? That is the fourth ways of overcoming obstacle. ഇന്ന് കണ്ണടച്ച് ഉറങ്ങുമ്പോൾ, വല്ല പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ, you just evaluate, you just connect yourself that I am light. Then Guru പറയാണ്, then slowly you will be very light. Otherwise, you will be so heavy, dark, block, ഇതൊക്കെ ഫീൽ ചെയ്യും. So my nature is light. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയാ? സുദർശന ക്രിയ ഒക്കെ ചെയ്ത് കഴിഞ്ഞ കോഴ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, വാട്ട് യു ഫെൽറ്റ് ഇൻ ക്രിയ? ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ, ഐ ഫെൽറ്റ് എ ലൈറ്റ്. ആൻഡ് ഉപനിഷത്തൊക്കെ കേട്ടവരാണ് നിങ്ങൾ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ലൈറ്റ്. ആൻഡ് സം മെഡിറ്റേഷനിൽ എപ്പോഴും ഗുരുജി പറയാറുണ്ട്, തും പ്രകാശ് ഹോ, യു ആർ ലൈറ്റ്, യു ആർ എ ഗ്ലോയിങ് ലൈറ്റ്. കഴിഞ്ഞ ലോക്ക്ഡൌൺ ഡേയ്സിലെ എല്ലാ മെഡിറ്റേഷനിലും ഗുരുദേവ് ശ്രീ ശിവശങ്കർ ഈ വാക്ക് പറയാതിരിക്കും. നിങ്ങൾ കണ്ണൊക്കെ തോന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും, ആ ലൈറ്റ് ആണ്, കണ്ടു സാറേ, ലൈറ്റ് ഒക്കെ കണ്ടു. നോട്ട് ദ ലൈറ്റ്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആവും. ജ്യോതിഷ്മതി പ്രജ്ഞ, യു ആർ ലൈറ്റ്. So classic, right? The ways of overcoming miseries. So practical. Focus one thing, 4 ways to deal with people. Pranayama, Prachardana Viharana, and
ജസ്റ്റ് ഉറപ്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ നാളെ വരുന്നവർ, ഐ ആം ലൈറ്റ്, മൈ ട്രൂ നേച്ചർ ഇസ് പ്രകാശം. Then it will flow through you, or you will reflect that light. ലൈറ്റിന്റെ സ്വഭാവം അതാണ്. തോന്നിയില്ല, എത്ര കിലോമീറ്ററിന് അകലെ നിന്നുള്ള പ്രകാശം പോലും സൂര്യചന്ദ്രന്മാരുടെ ഭൂമിയിലേക്ക് വരുന്നില്ല, ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചൈതന്യയുടെ സ്വഭാവമാണ്. ചൈതന്യാത്മ, ശിവസൂത്ര says this, ചൈതന്യാത്മ. ഒരു കുട്ടിയിലൊക്കെ അത് വളരെ പ്രഡോമിനന്റ് ആണ്. പ്രസവിച്ചിട്ട് ഒരു 6 മാസം 1 വയസ്സൊക്കെ ആയാലും ഒരു കുട്ടിയിൽ ആ ചൈതന്യം, പ്രകാശരൂപിയായിട്ടുള്ള ആനന്ദം, ടോർച്ചടിച്ചിട്ടുള്ള അത് ഓഫ്കോഴ്സ് യു വിൽ എക്സ്പീരിയൻസ് ഇൻ ഡീപ് മെഡിറ്റേഷൻ, യുവർ ട്രൂ നേച്ചർ ഇസ് ലൈറ്റ്. ബട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദാറ്റ് ബബ്ലിംഗ് ജോയ്, എൻതൂസിയാസം, ലൈക്ക് ഒരു 6 മാസം 2 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ. ഒന്ന് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ മക്കളെല്ലാം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യം ഇതിലൊക്കെ കാണുമ്പോൾ ഒരു കൊച്ചു കുട്ടി പ്രകാശത്തെ കോപ്പി പാത്രേഷ്ട ഒരു ട്രാൻസ്പെറന്റ് വെസലിലൂടെ പ്രകാശം ഉദിക്കുന്നത് പോലെ അതിനൊതമ്മകളാണ് നിങ്ങളൊക്കെ. ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കട്ടെ ഇന്ന് പോകുന്നതിലത്. ദുഃഖം പ്രയാസമൊക്കെ യോഗസൂത്ര കഴിഞ്ഞിട്ട് ഇതുവരെ ഉള്ളൂ. ഇനി എന്നും നാളെയൊക്കെ നിങ്ങൾക്ക് വിഷമിക്കാൻ അവകാശമില്ല. ബിക്കോസ് ഋഷി പതഞ്ജലി ഡയറക്ട്ലി സേയിങ് യു ദിസ് വേ, ഹൗ ടു ഡീൽ, ഹൗ ടു ഓവർകം. Classic, right? Yes, no? Very good. So, stretch your hand, do something for this knowledge. It is a tradition, of course. എനിക്കതിൽ പറയുന്നതിൽ ഒരു വിഷമമില്ല. It is a tradition. You are hearing, you are experiencing a wonderful wisdom. Tomorrow is our last day. Other 4 ways ഓട് കൂടി നാളെ സംസാരിക്കുക. Other 4 ways how to overcome. This is 4 and other 4 ways. So അതുകൂടി ആകുമ്പോൾ ഒരു കംപ്ലീഷൻ ആയിരിക്കും, ക്ലാസിക് ആയിട്ട് ഒരു കംപ്ലീഷൻ. ബിക്കോസ് അറിയാലോ, ഫൈനൽ പോകുന്ന പാർട്ടിലായിരിക്കും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. വീതരാഗ വിഷയം വാചിത്തം സ്വപ്ന നിദ്ര ജ്ഞാനാവലംബനം. എന്ത് കണക്ടിങ് ആയിട്ട് ഋഷി സംസാരിക്കണമെന്നറിയോ എക്സാമ്പിൾസോടുകൂടി. സോ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഭാഗം നാളെയാണ്. സോ ഡു നോട്ട് മിസ് ദാറ്റ്. നാളെ കൂടി എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരോട് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ഇത് അന്വേഷിക്കുന്ന സം സീക്കേഴ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾ പറയും. ഭാഗ്യവാന്മാരൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഇത് എത്തട്ടെ. അപ്പോ അതുകൂടി നിങ്ങൾ ചെയ്ത് നാളെ നമ്മൾ വരും ലാസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. സെയിം 8 o'clock എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ തുടങ്ങും. നാളെ വേണമെങ്കിൽ വി ക്യാൻ ഹാവ് മെഡിറ്റേഷൻ ഗുരുപൂജ. ഇന്ന് ഉച്ചയ്ക്ക് മെഡിറ്റേഷൻസ് ഒക്കെ ഗംഭീരമായാലും അല്ലേ? ഡിഫറെന്റ് മെഡിറ്റേഷൻ, ഗുരുദേവ്സ് വോയിസ്, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. സോ അതുകൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുവാണ്. നമ്മൾ ഇന്നലെ ഇത്രയും 100ഓളം ആൾക്കാർ കൂടി ചേർന്നിട്ട് അവരുടെ ഒരു ആഗ്രഹം താല്പര്യപ്രകാരം ഇൻസ്പിറേഷൻ എൻകറേജ്മെന്റിൽ they said, sir, we want to do something, and they started their work. വേറൊന്നുമല്ല, യൂഷ്വലി ഒരു ഇത്രയും പവർ പാക്ഡ് പ്രോഗ്രാമാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്നൊക്കെ സംശയമായിരിക്കും. കാര്യം യു ആർ ഫീലിംഗ്, തോന്നുന്നില്ല? എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഒരു അപ്ലിഫ്റ്റ്മെന്റ്, ഒരു ടൈം പോയത് അറിഞ്ഞില്ല, ഒരു എക്സ്പാൻഷൻ, ഒരു റിലീഫ് ഒക്കെ? ഹലോ, യു ആർ ലിസണിങ് ഗോഡ്സ് ന്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? സോ യുവർ ചേതന, ഇമോഷൻസ്, മൈൻഡിലൊക്കെ അത് വന്ന് നിറയും. അതൊന്ന് കണ്ണടക്കുന്ന വെച്ചിട്ട് ഒന്ന് ഭക്ഷണത്തിനൊക്കെ മുമ്പേ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഹൗ ഐ ആം ഫീലിംഗ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ദെൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് മൈൻഡിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഐ വോണ്ട് ടു ഡു സംതിങ് ഓഫ് ഗുരുസ് വർക്ക്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കേട്ടിട്ട് ഒരാളിലെങ്കിലും നിങ്ങൾ ആ സുദർശന ക്രിയ നോളജ് ഒക്കെ എത്തിക്കുന്നു, രക്ഷപ്പെടുന്നു. ലൈക്ക് ദ വേ യു കെയിം ഇൻ ഫ്രണ്ട് ഓഫ് എ മാസ്റ്റർ. കറക്റ്റ്? സോ ഡു നോട്ട് ഹെസിറ്റേറ്റ്, ഡു നോട്ട് ഹോൾഡ് ഓൺ, ഷെയർ ഇറ്റ്, ഷെയർ ദ ജോയ്. കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വന്ന് കേട്ട ആൾക്കാരല്ല നിങ്ങൾ. അത്ര പ്രാണശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വാക്കിന് ബ്ലസ്സിങ്സിന്റെ പവർ ഉണ്ട്. അങ്ങനെ ആക്കിയിട്ടാണ് ഗുരു നിങ്ങളെ വിടുന്നത്. അതിൽ സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നാളെ വരരുത്. കാര്യം ഞാൻ വെറുതെ ഒരു ഫാൻസ് ആൻഡ് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടി ഒന്നല്ല. തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ചെയ്യാൻ തുടങ്ങിയ പരിപാടികളുടെ എണ്ണവും കണക്കുമില്ല. ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ചരിത്രം മാത്രമേ ഉള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ആ വിശ്വാസവും ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൂടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഡോണ്ട് സേ നോ, ഡു സംതിങ് ഫോർ ദിസ് ഹയർ നോളേജ്. മറ്റന്നാൾ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട്, എല്ലാവരുടെയും സമ്മതപ്രകാരം. 14th 4-day ഹാപ്പിനെസ് പ്രോഗ്രാം ഓൺലി യോഗസൂത്ര ടീമിന്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഓഗസ്റ്റിൽ VTP കഴിഞ്ഞ ഒരു ബിഗർ പ്രോഗ്രാം ഓൾ ദ സീനിയർ ടീച്ചേഴ്സിന്റെ കൂടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ആഴ്ചയോളം ഗ്യാപ്പ് ഉണ്ട്. എനിക്കറിയാം ഇത് നാളെ കഴിഞ്ഞിട്ട് അതിലേക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിയർ ആൻഡ് ദിസ് ആ ഒരു എനർജി ചാനലൈസിങ് ഇല്ലാണ്ടായി പോകും. ആൻഡ് നമ്മൾ കുറെ കമ്പനി ആയതുകൊണ്ട് പറയാണ്, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ? നമ്മൾ തമ്മിൽ എന്തിനാ ഒരു വെയിൽ, ഒരു കർട്ടൻ? അതുകൊണ്ട് പറയാണ് എന്റെ സൂമിന്റെ പീരീഡ്, ലൈസൻസ് ഒക്കെ ഓൾമോസ്റ്റ്
വീക്കോട് കൂടിയിട്ടൊക്കെ കഴിയും. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ സെഷനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നമുക്ക് നോക്കാമല്ലോ ഒരു 3 day സെഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അത് വളരെ ഗംഭീരമായി. സോ പ്രകൃതി എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഗുരുയുടെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഗുരുജി അടുത്ത റൂമിലുണ്ട്, ഹി വാസ് ഇൻ സൂം. ഞാൻ പറഞ്ഞു എന്റെ അന്വേഷണമൊക്കെ പറയുമോ? യെസ് ഡെഫിനറ്റ്ലി. സോ ദ എക്സ്പീരിയൻസ് എന്റെ വിളിച്ചോ പറഞ്ഞു, ഓ ഗുരുജി വാസ് സോ പ്രൈസിങ്, സോ ഹാപ്പി. ആൻഡ് ആ ബ്ലെസ്സിങ്സ് ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരു മാധ്യമമായി, നിങ്ങളും നിങ്ങളുടെ ഗുരുവുമായിട്ടുള്ള ഒരു കണക്ക് പറച്ചലിൽ ഞാൻ ഒരു മാധ്യമമാവാൻ ഒരു ഭാഗ്യമുണ്ടായി. ഇങ്ങനെ മാത്രം കാണുക. അപ്പൊ നിങ്ങളുടെ ഒരു വിളി കേട്ട് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. മറ്റന്നാളത്തെ 7:30 മണിയുടെ പ്രോഗ്രാം ഒറ്റ ബാച്ചേ ഉള്ളൂ ഈവനിങ്ങിൽ. അന്ന് കേട്ട ഒരു പ്രസന്റ് മൊമെന്റ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾ ഇനി ഈ യോഗസൂത്ര കഴിഞ്ഞിട്ട് കേൾക്കുന്ന പ്രസന്റ് മൊമെന്റ്. ഓൺലി വൺ തിങ് വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ, ദാറ്റ് ഈസ് പ്രസന്റ് മൊമെന്റ്. അങ്ങനെയുള്ള ഒരു വെർഷൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാ ഹാപ്പിനെസ് പ്രോഗ്രാമിൽ. സോ വൺസ് ചെയ്താൽ ഒരു ഗുരുദക്ഷിണ പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്ഫുൾനെസ് പോലെയോ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ജോയിൻ വിത്ത് മീ, നമുക്കൊരു ഗംഭീര പ്രോഗ്രാം ആക്കണം. ഓർ അറ്റ്ലീസ്റ്റ് ഈ വന്ന ആൾക്കാരൊക്കെ നാളെ സെഷൻ വരെ സമയമുണ്ട്, ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക്. മിനിമം രജിസ്റ്റർ 2 people. ഇറ്റ് ഇസ് ഞാൻ ആരെയും കമ്പൽ ചെയ്യാറോ വിളിച്ചിട്ട് എന്തേ ആക്കാതെ എന്നുള്ളതോ പിന്നെ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാതിരിക്കലോ ഒന്നുമില്ല. ഇൻ യുവർ ഓൺ ഇത് കേട്ടിട്ട് യു ആർ ഫീലിംഗ് good, it is better, this is sanadana dharma, I want to do that. Sahajam karma di kaunteya, Bhagavan Krishna said this very clearly. Arjuna, sahajamai ninde kude vannadana ee karmam. So idu kekkunnundengil you have to do that. Clear? Sahajamanu. Like the way you are protecting your parents, your needs, basic needs. If you are with a guru, this is your basic needs. Aru paranjondavu. Korchu naanam in the sense korchu shy idokke thonnu. Oh sir, parayanda, I know this, I will do that. അതായിരിക്കണം ഒരു ഡിവോട്ടിയുടെ, ഒരു ഭക്തന്റെ ഒരു ചങ്കറപ്പോടുള്ള ഒരു ഉത്തരം. വാട്ട് ഇറ്റ് മിസ് ചെയ്ത് പോലെ ഈ ഒരു ചാൻസ് കളയരുത്. നിങ്ങളുടെ വാക്കിലൂടെ ആരൊക്കെയോ ആ പവറിൽ വരാൻ കാത്തിരിക്കുന്നു. ജൂൺ 14th ആ ഒരു പ്രോഗ്രാം ജൂലൈ കൂടെ നിൽക്കൂലേ, ഗംഭീരാക്കൂലേ നമ്മള്? യെസ് നോ യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഹിയർ. ഗ്രൂപ്പിലൊക്കെ യെസ് സർ കൂടെ ഉണ്ടാവും, ആളെ കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് മാക്സിമം 2, മിനിമം 1. ദാറ്റ് ഇസ് അവർ. ആൻഡ് ഒന്നുകൂടി ഞാൻ പറയാം, ഇത് വേറെ ഭയങ്കര പബ്ലിസിറ്റി ഗ്രൂപ്പുകളിൽ പിടിക്കൽ പരിപാടികൾ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ഓർഗനൈസ് ദ പീപ്പിൾ ഓഫ് യോഗസൂത്ര ടീം. വർക്ക് ഹാർഡ്, മാക്സിമം ചെയ്യൂ, 100% ചെയ്യൂ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മാക്സിമം 2 or minimum 1. 2ന്റെ മേലെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും, ബട്ട് മാക്സിമം 2, മിനിമം 1 or you join. എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് നാളെ വൈകുന്നേരം വരെ സമയമുണ്ട്, ക്ലാസ് വരെ. മറ്റന്നാളാണ് പ്രോഗ്രാം. ഒരാളെ 2 ചേർക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതൊന്നുമല്ല, പ്രയത്നമൊന്നുമല്ല. അങ്ങനെ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം. സാർ യോഗസൂത്ര കൊള്ളാമല്ലോ സെഷൻ. യെസ് നോ യു ആർ എൻജോയിങ് റൈറ്റ്, വെരി ഗുഡ്. എന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ഓഗസ്റ്റിൽ VTP ഒക്കെ കഴിഞ്ഞിട്ട് വി ക്യാൻ ഗോ ഫോർ 8 limbs of yoga, അഷ്ടാംഗ യോഗ. ദർ ഇസ് another classic piece, അഷ്ടാംഗ യോഗ. യമ നിയമ ആസന ഇതൊക്കെ വരുന്ന ഒരു പതഞ്ജലിയിലെ ഒരു ഭാഗമാണ്. അതൊരു 3-4 days ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ചെയ്താൽ ഞാൻ ആലോചിക്കട്ടെ ഇവർക്ക് അതൊക്കെ എങ്ങനെയാണ്. ഇതൊക്കെ കാര്യം കേട്ടിട്ട് ഒരു ലക്ഷണം കാണിക്കുമോ? നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്ന ആൾക്കാർ മാത്രമാണ് എന്റെ കൂടെ എന്ന് എനിക്കറിയാം. ഭക്തിസൂത്ര, ഭഗവത്ഗീത, കഠോപനിഷത്ത്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. യോഗസൂത്ര കൂടി ഒരു റിമാർക്കബിൾ സാധനമാണ്. ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് കേട്ടിട്ടുള്ള ലക്ഷണം നിങ്ങൾ കാണിക്കണം. ആ കാണിക്കുന്നതാണ് വിജയം. അത് ഗുരുവിനോടുള്ള ഒരു ഗ്രേറ്റ്ഫുൾനെസ് തന്നെ ആവട്ടെ. യെസ് ഗുരു, ഞാൻ കേട്ടു. ഒരു 1200 രൂപയൊന്നും ഒരു വലിയ സംഭവം എന്നല്ല ഒരാളെ ചേർക്കാൻ. കുടുംബക്കാരൊക്കെ സൂമൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവർക്കൊക്കെ കൊടുത്ത് കേൾക്കട്ടെ. അവര് നിങ്ങളുടെ കൂടെ വെച്ചിരുത്ത്, കാണും. നിങ്ങളും വീട്ടിലാരെങ്കിലും അവരൊക്കെ ചേർത്ത് നിങ്ങൾ കൂടി ഒപ്പം ഇരിക്കും. അങ്ങനെ എല്ലാ വഴികളൊക്കെ നോക്കി നമുക്കൊരു ക്ലാസിക് ഇവന്റ് ആക്കിയിട്ട് നമുക്കിത് മാറ്റാം. കൂടെ ഉണ്ടാവുമോ? ഒന്നുകൂടി ഞാൻ ചോദിക്കണം. ഞാൻ ഇപ്പോഴും ലിങ്ക് എടുത്തിട്ടില്ല, ഞാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ കാസർഗോഡ്, കണ്ണൂരിലെ ആൾക്കാരൊക്കെ ചോദിക്കാണ്, സാർ എവിടെ ലിങ്ക് രജിസ്റ്റർ ചെയ്യട്ടെ? ബട്ട് ഐ ഡിഡ്ന്റ് അനൗൺസ്. നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കണം. സത്യമാണല്ലോ, സത്യം പറയും. ഇത് അവരോട് ചോദിച്ചറിയും. വി മെയ്ഡ് എ ഗ്രൂപ്പ്, യോഗസൂത്ര ഗ്രൂപ്പ്, ടീം യോഗസൂത്ര. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെൻഡ് മീ എ മെസ്സേജ്, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ഇറ്റ് വിൽ ബി എ ക്ലാസിക് ഗ്രൂപ്പ്. സം എക്സ്പീരിയൻസും എൻകറേജ്മെന്റ് ന്യൂസും മെസ്സേജസ് ഒക്കെ ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ആൻഡ് ഇന്ന് ഇനി മീറ്റിംഗ് രാത്രി വേണമെന്നില്ല. വി ക്യാൻ ഹാവ് എ മീറ്റിംഗ്. നാളെ ഒരു ഉച്ചക്ക് നമുക്കൊരു മീറ്റിംഗ് കൂടാം. പറ്റുവാണെങ്കിൽ ഗ്രൂപ്പിൽ ലിങ്ക് ഒക്കെ ഇടും. മനീഷ ചേച്ചി, മേഘ, അമ്പിളി, ആദർശ്, അവർക്കൊക്കെ ഒരു മെസ്സേജ് ഇടും. നിങ്ങൾ ഉച്ചക്ക് വി ക്യാൻ ഹാവ് എ, എനിക്കറിയാം നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും മൺഡേ, ബട്ട് ലഞ്ച് ടൈം ആണല്ലോ. 1 മണിയൊക്കെ ആകുമ്പോൾ ഒരു മീറ്റിംഗ്.
ഉണ്ടാവുമോ ഒരു മീറ്റിംഗ്? ജസ്റ്റ് നമുക്കത് എങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ അറിയാലോ. കാര്യം നമുക്കിനി സമയമില്ല. പറ്റുന്നവരൊക്കെ കൂടും. ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ്. അതുവരെ ബാക്കിയുള്ള ഇതൊക്കെ വെറും നിങ്ങളുടെ അടുത്ത് കൂടുതൽ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് സൈലന്റ് ആയിട്ട് നമുക്ക് അതൊന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. സോ ആസ് യൂഷ്വൽ ഐ റിയലി എൻജോയ്ഡ്. നിങ്ങളുടെ പങ്കാളിത്തവും കൂടി നിങ്ങൾ അത് ചെയ്തു എന്നുള്ള തെളിവാണ്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ സം പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇടൂ. നിങ്ങൾ ശരിക്കും എനിക്ക് വലിയ സന്തോഷം, ഇത്രയും പേര് നിങ്ങൾ ഗുരുവിനോട് കാണിക്കുന്ന ഭക്തിയും സാധനയോടും സേവയോടൊക്കെ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയൊക്കെ. സോ അത് നന്നായി വരട്ടെ, നല്ലോണം തുടരട്ടെ. ഇതിനകത്ത് എന്നെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കും, പക്ഷെ ഇനി നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. സം ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്, യുവർ എക്സ്പീരിയൻസ് ഒക്കെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. So 2 minutes we can sing a bhajan and an offering of gratitude ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ചെയ്യാം. മാധവ മധുസൂദന യാദവ യദുനന്ദന, മാധവ മധുസൂദന യാദവ യദുനന്ദന, രാധേ 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 രാധാ മാനസ ചന്ദ്രമാ, രാധേ 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 രാധാ മാനസ ചന്ദ്രമാ, രാധാ മാനസ ചന്ദ്രമാ, രാധാ മാനസ. മാധവ മധുസൂദന യാദവ യദുനന്ദന, നന്ദാനന്ദ നന്ദന വൃന്ദാവന ജനരഞ്ജന, നന്ദാനന്ദ വൃന്ദാവന ജനരഞ്ജന, രാധേ 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 രാധാ മാനസ ചന്ദ്രമാ, രാധേ 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 രാധാ മാനസ ചന്ദ്രമാ, രാധാ മാനസ ചന്ദ്രമാ, മാധവ മധുസൂദന യാദവ യദുനന്ദന, മാധവ മധുസൂദന യാദവ യദുനന്ദന, യാദവ യദുനന്ദന. കണ്ണുകൾ പൂർണ്ണമായും അടച്ചു വെച്ച് keep a big smile, വലിയ പുഞ്ചിരി. പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചതിലും അതെങ്ങനെ പുറത്തു കടക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അങ്ങേയറ്റം നന്ദിയുള്ളവരാവണം ഗുരുവിന് നേരെ. അങ്ങനെ ജീവിത സ്പർശിയായിട്ടുള്ള ആ മഹാജ്ഞാനം നാളെ തീരാൻ പോവുകയാണ്. ഓഫ്കോഴ്സ് നമ്മൾ തുടരും. നിങ്ങൾ ഇതുപോലെ സഹകരിച്ച് ഗംഭീരമാക്കുമ്പോൾ നമ്മൾ ഇനിയും തുടരും. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ആ ഒരു മറ്റന്നാൾ നടക്കുന്ന ഷോർട്ട് ടൈമിൽ സ്വീറ്റ് വണ്ടർഫുൾ ആയിട്ട് ഒരു ബിഗർ പ്രോഗ്രാം ആയിട്ട് മാറട്ടെ. അത് എല്ലാവരും ബ്ലസ് ചെയ്യൂ ആ ഒരു പ്രോഗ്രാമിന്. ഈ പറഞ്ഞ പോലെ മാക്സിമം 2 പേരെയോ മിനിമം ഒരാളെയെങ്കിലും ചേർക്കാനോ ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ ഒരു ബിഗർ പ്രോഗ്രാം ഒരു ഷോർട്ട് ടൈമിൽ ഗുരു അത് അനുഗ്രഹിക്കുന്നത്, അവരൊക്കെ വരുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണും. അതിന് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് ടീം യോഗസൂത്ര ഈ ഗ്രൂപ്പിലൂടെ നമ്മളത് നേടിയെടുക്കും. ഗുരുവിന്റെ അനുഗ്രഹമുണ്ട്. വലിയ പുഞ്ചിരിയോടെ ഗുരു വിചാരിച്ചാൽ എടുത്തു മാറ്റാൻ വേണ്ടി പറ്റാത്ത ഒരു കർമ്മങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. എല്ലാം ഇഫ് ഹാവ് സം വിഷ്, ആഗ്രഹം ഉണ്ടെങ്കിൽ അതും, ഇനിയും വല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച്
മനസാൽ മാനസ പൂജ, മനസാ സ്മരാമി, മനസ്സുകൊണ്ട് സമർപ്പിക്കൂ. He is taking this, he is giving അനുഗ്രഹം, blessing. Because സ്മൈൽ, ആ തലയുടെ മേലെ അദ്ദേഹത്തിന്റെ അദൃശ്യകരങ്ങൾ അറിയാം. നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രവർത്തനം മാത്രം. നമുക്ക് എല്ലാവർക്കും നാളെ ഒരു ഉച്ചക്ക് 1 മണിക്കൂർ മീറ്റിംഗ് കൂടി ആവാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഗ്രൂപ്പിലൊക്കെ ഇടും. കുറച്ചു നേരം സെഷന് ശേഷം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. സാധനമൊക്കെ ചെയ്ത് നാളെ മീറ്റിങ്ങിനും ക്ലാസ്സിനും ഒക്കെ വരണം. ലാസ്റ്റ് ഡേ ആണ്, സെലിബ്രേഷൻ ഡേ ആണ്. ആൻഡ് ആ ആഘോഷം നമ്മൾ തുടരും. 14th ക്ലാസ് ഒക്കെ ആയി. നിങ്ങൾക്ക് വേണ്ട ന്യൂസും രജിസ്ട്രേഷൻ ലിങ്ക്സും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. 100% ആത്മാർത്ഥയോടെ നമ്മളത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ചെയ്യും. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ തുറക്കാം. വെരി ഗുഡ്, വണ്ടർഫുൾ, റൈറ്റ്? And tomorrow's session will be so classic. The other 4 part നമ്മളത് അറിയും. And it will be a remarkable one. Suspense ആണത്. നാളെ റിവീൽ ചെയ്യപ്പെടും. ഓക്കെ. ജയ ജയ രാധാരമണ ഹരിഭൂ, ജയ ജയ രാധാരമണ ഹരിഭൂ. പാടാം. ആൻഡ് എനിക്കറിയാം കുറെ ഫോറിൻ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കണക്ട് മീ. You can offer, you can contribute something, enroll people. If much needed on ashram activities, okay, you will register people, will help out them. You can connect me. എന്ത് വേലും ഈ ഒരു വലിയൊരു യജ്ഞത്തിനോടൊപ്പം ഭാഗം. ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ, ജയ ജയ രാധാരമണ ഹരി ബോൽ, ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ, ജയ ജയ രാധാരമണ ഹരി ബോൽ. മീറ്റിംഗിൽ കാണാം.